ഞാൻ ഡോക്ടർ സന്തോഷ്, സർവീസ് സെല്ലിനെ കോർഡിനേറ്റ് ചെയ്യാണ്. ട്രിവാൻഡ്രത്ത് GH-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ KGMOൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഡിസിഷൻ പ്രകാരമാണ് നമ്മളൊരു ഫോൺ ഇൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. അപ്പോൾ അതായത് KGMO സർവീസ് സഹായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ സർവീസിൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് റിട്ടയർ ചെയ്തിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സിനെ കൊണ്ട് അവരെ ഓരോ സെഷനിലും നമ്മുടെ സെഷനിലെ സംശയങ്ങൾ ചോദിക്കാനും എന്താ പറയുക ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു വേദി ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു CME പ്രോഗ്രാം അല്ല, പക്ഷെ അവരുടെ ഇത്ര എക്സ്പീരിയൻസിൽ നമുക്ക് ഓരോ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ് ഇതിന്. അതിന് നമ്മൾ ഓൾറെഡി മാസത്തിൽ 2 പ്രാവശ്യമാണ് ഇതിന്, സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും 7 to 9 PM എന്നാണ്. അത് കഴിഞ്ഞ 11th നമ്മൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. അന്ന് ഡോക്ടർ സുനിൽകുമാർ ഫ്രം കോഴിക്കോടാണ് അന്ന് എക്സ്പെർട്ടായിട്ട് വന്നത്. അന്ന് 100ഓളം പേര് ഇതിൽ പങ്കെടുത്തിരുന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും മെമ്പേഴ്സിന് തന്നെ മുൻകൂട്ടി സംശയങ്ങൾ അയച്ചു തന്നാൽ അതിൻ്റെ പ്രോപ്പർ റെഫറൻസോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു അവസരമുണ്ട്. അല്ല, ഈ സെഷനിൽ നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉടനെ റെഡി ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് വീണ്ടും അവരെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെറും ഒരു സർവീസ് എക്സ്പെർട്ട്, പുറത്തുനിന്നുള്ള സർവീസ് എക്സ്പെർട്ടിനേക്കാളും കൂടുതൽ നമ്മുടെ സർവീസിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ, സീനിയേഴ്സ് ആകുമ്പോൾ നമുക്ക് അവർ ആ ഒരു വിഷമങ്ങൾ സ്വയം അനുഭവിച്ച് അറിഞ്ഞിട്ട് അത് പരിഹരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് അങ്ങനത്തെ ഒരു വേദിയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന എന്താ പറയുക സംശയങ്ങൾ നമ്മളത് കമ്പൈൽ ചെയ്ത് ജേർണലിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ന്യൂ പ്രോഗ്രാമാണ്. കുറേ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരിക്കും. അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങളനുസരിച്ച് ഭാവിയിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമ്മുടെ സർവീസ് സെല്ലിലെ ഡോക്ടർ അഭിലാഷിനെ സ്വാഗതം പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ അഭിലാഷ്. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ KGMO സർവീസ് സെല്ലിന്റെ KGMO സർവീസ് സഹായി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ 2ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സെഷൻ വളരെ ഭംഗിയായി ഏകദേശം 100ഓളം പാർട്ടിസിപ്പൻസ് പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. വളരെ നല്ലൊരു ഡിസ്കഷൻ പ്രോഗ്രാമിൽ വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാമായി മാറുകയും ചെയ്തതാണ്. അതിൻ്റെ 2ാമത്തെ സെഷനാണ് ഇന്നിവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി നമ്മുടെ KGMOയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ KGMO സ്റ്റേറ്റ് സെക്രട്ടറി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സുനിൽ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ട്രഷറായിട്ടുള്ള ജോബിൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ എഡിറ്ററായിട്ടുള്ള റീന മാഡം, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്തോഷ് വാര്യർ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്ത് സോൺ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷാരോണിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇന്ന് നമുക്ക് ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ താലൂക്ക് ഹോസ്പിറ്റൽ നേമം സൂപ്രണ്ടന്റ് ഡോക്ടർ ശിവകുമാർ സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ബെനിഫിഷ്യറീസ് ആവാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം പറ്റുവാനായിട്ട് ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ KGMO എന്ന
മഹത്തായ ഓർഗനൈസേഷന്റെ ഓരോ മെമ്പറെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് KJMOA. ഹലോ, അപ്പോ ഇന്ന് നമ്മുടെ സർവീസ് എക്സ്പെർട്ടായിട്ട് എത്തിയിരിക്കുന്നത് ശിവകുമാർ സാറാണ്. തിരുവനന്തപുരത്തെ നേമം ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ്. ഒരു വളരെ വാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് സാറിന് ഈ സർവീസിലുള്ളത്. അപ്പോൾ സാർ ഇന്ന് മെയിനായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് HMCയെ പറ്റിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള സംശയങ്ങൾക്കും സാർ മറുപടി പറയുന്നതായിരിക്കും. സാറേ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണം സാറേ, ഭയങ്കര ഡിസ്റ്റർബൻസ്. ഹലോ, അപ്പോൾ ശിവകുമാർ സാറാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ നിയമം സൂപ്രണ്ടായ ശിവകുമാർ സാറാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ എക്സ്പെർട്ടായിട്ട് എത്തിയിരിക്കുന്നത്. സാറ് HMCയെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം ഇതിൻ്റെ കൂടെ നടത്തും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സംശയങ്ങൾക്കും ഉള്ള മറുപടി റെഡി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ അത് പിന്നെ റെഫർ ചെയ്ത് നമ്മൾ പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഒരു പുതിയ ഉദ്യമമാണ്, അതിൻ്റെ പോരായ്മകൾ ഉണ്ടായിരിക്കും. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ ജില്ലാ ഘടകങ്ങൾ വഴി സർവീസ് സെല്ലിനെ അറിയിച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ശിവകുമാർ സാറിനെ ഈ ഉദ്യമത്തിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു ശിവകുമാർ സാർ. സാർ. Yes. Good evening. Dear Santosh, Dr. Abhilash, മറ്റ് KJMOA ലീഡേഴ്സ്, എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ. ആക്ച്വലി ഞാൻ ഒരു സർവീസ് എക്സ്പേർട്ട് അല്ല. ഞാനൊരു താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറും അല്ല, അത് സിവിൽ സർജൻ്റെ പോസ്റ്റാണ് അവിടെ സൂപ്രണ്ട് പോസ്റ്റ്. പക്ഷേ എനിക്ക് 27 വർഷത്തെ സർവീസ് ഉണ്ട്. അതിൽ മോസ്റ്റ്ലി ഞാൻ റൂറലിലാണ് വർക്ക് ചെയ്തത്. പിന്നെ HMCയിൽ ആദ്യകാലം മുതൽ എല്ലാ PSC മുതൽ മെഡിക്കൽ കോളേജ് വരെ HMC ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഫേസ് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത മെയിൽ റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ആ ക്ലാസ്സിന് ഞാൻ ശരിക്കും സമ്മതം മൂളിയത്. അല്ലാതെ ഞാനൊരു സർവീസ് എക്സ്പേർട്ടേ അല്ല. എന്നാലും ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എത്ര തന്നെ HMCയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും എന്തെങ്കിലും എറർ ഉണ്ടാവായിരിക്കും. HMC എങ്ങനെ ഉണ്ടാക്കുന്നു അതിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അത് എവിടെയൊക്കെ കെയർ ചെയ്യണമെന്നും, അഥവാ എന്തെങ്കിലും പാളിച്ച് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് വരുന്നത് AG ഓഡിറ്റ് വരും, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വരും. ഇവരെല്ലാം എഴുതിയിടുന്ന കൊറീസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നും ഉള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അനുഭവം അനുസരിച്ച്. പിന്നെ ഒരു കൊറീസ് 5 എണ്ണം ഉണ്ട്. 4 കൊറീസിന് എനിക്ക് ആൻസർ അറിയാം, അതും കൂടി പറയാം. ഇതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ഒന്നുകൂടെ ഞാൻ KJMOയ്ക്ക് ഈ അവസരം തന്നതിൽ താങ്ക്സ് പറയുന്നു. അപ്പം എനിക്ക് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്, ആ സ്ലൈഡ്സും കൂടി നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ HMC റിലേറ്റഡ് കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. സന്തോഷ്, ഞാൻ ഷെയർ ചെയ്യട്ടെ? ശരി സാർ. ശരി സാർ. സ്ലൈഡ്സ് കാണാമോ? കാണാം സാർ, കാണാം. പക്ഷെ അതൊന്ന് സ്ലൈഡ് ഷോയിൽ ഇടാവോ? മേഡം, സ്ലൈഡ് ഷോയിൽ ഇടുമ്പോഴേ അത് കട്ടായി പോകുന്നു, പിന്നെ അത് മൂവ് ചെയ്യുന്നില്ല. ഞാൻ സ്ലൈഡ് ഷോയിൽ ഇട്ട് നോക്കട്ടെ? ഓക്കെ സർ. മൂവ് ആവുന്നുണ്ടോ? ഇല്ല സർ. അല്ല, അതാണ് ഒരു പ്രോബ്ലം. അതിൽ മൂവ് ആവുന്നില്ല. മറ്റേ നേരത്തെ ഉള്ള ഇതിലാണെങ്കിൽ പൊസിഷനിലാണെങ്കിൽ അത് മൂവ് ആവും.
ഇത് മതിയല്ലോ അല്ലേ? മതി സർ. ഓക്കെ. ഇപ്പോൾ HMC നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് പൊളിറ്റീഷ്യൻസിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും കൊണ്ടുള്ളൊരു കമ്മിറ്റി ആയതുകൊണ്ട് പൊതുജനാരോഗ്യത്തിനെ കുറിച്ച് അവിടെ ചർച്ച വരും, ബഹളങ്ങൾ വരും. നമ്മുടെ സൈഡിൽ കൂടുതലും തെറ്റ് വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സമാധാനമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള മാനേജിംഗ് കമ്മിറ്റികൾ, ഇത് ഡോക്ടർ NK പൈ സാറിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഈ HMC ഇവിടെ പല ഘടനകൾ രൂപപ്പെട്ടത്. അപ്പോൾ ജനാധിപത്യ രീതിയിൽ രൂപീകൃതമാകുന്ന സമിതിക്ക് മാത്രമേ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കാനാകൂ. ആ ഒരു ബേസിസിലാണ് HMC അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികളൊക്കെ രൂപം കൊണ്ടത്. ഇതൊക്കെ അതിനെക്കുറിച്ച് ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് വിടാം. അത് മെഡിക്കൽ കോളേജിൽ, അതായത് മേജർ ഹോസ്പിറ്റൽസിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചെറിയ ഹോസ്പിറ്റൽസിൽ. പിന്നെ അധികാര വികേന്ദ്രീകരണം നടപ്പിലായതോടെ ജില്ലാതലം വരെയുള്ള ആശുപത്രികൾ, ആരോഗ്യ സ്ഥാപനങ്ങളുടെ ചുമതല ത്രിതല പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. നേരത്തെ തന്നെ അതിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ആയിരുന്നു. അത് പിന്നെ പല ഉത്തരവ് മുഖേന അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയായി. പിന്നെ സർക്കാരിൽ നിന്ന് പഞ്ചായത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ട ഓരോ പൊതുജനാരോഗ്യ സ്ഥാപനത്തിന് വേണ്ടി ചെയർമാൻ ഉൾപ്പെടെ 15 അംഗങ്ങൾ കൂടാതെയുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി നിർണ്ണയിക്കപ്പെട്ട പ്രകാരം രൂപീകരിക്കേണ്ടതാണ്. അതായത് ഒരു പഞ്ചായത്ത് രാജ് നിലവിൽ വരും, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ പുതിയ ഭരണം വരുമ്പോൾ അതോടുകൂടിയാണ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ഇതിൽ 2003 ചട്ടങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ചും അവർക്കും ഇത് കോമൺ ചട്ടം തന്നെയാണ്. ഇതില് നമുക്ക് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ മുതലായ അംഗീകൃത ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഗ്രാമ, നഗര പ്രദേശങ്ങളിൽ ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളിൽ മാനേജിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടേണ്ടതാണ്. ഇത് നമുക്ക് ഈ സ്ലൈഡിൽ വിടാം. പഞ്ചായത്തുകളിൽ നോക്കുമ്പോൾ ഡിസ്പെൻസറി, PHC, FSC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെ രൂപീകരണത്തിന്റെ ലക്ഷ്യം ആരോഗ്യ സ്ഥാപനത്തിന്റെ പരിപാലനം, ആസൂത്രിത വികസനം, സ്ഥാപനം മുഖേന മെച്ചപ്പെട്ട സേവനം നൽകണം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെ ബേസ് ചെയ്ത് മാത്രമാണ്, അവരുടെ മേന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി കൂടുമ്പോൾ പല ആൾക്കാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. പക്ഷെ നമുക്ക് പലപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. PSC മുതൽ നമുക്ക് പറയാം. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചെയർപേഴ്സൺ. അടുത്ത രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. മൂന്നാമത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. നാലാമത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അഞ്ചാമത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ അതിൻ്റെ അംഗമാണ്. ആറാമത് പഞ്ചായത്ത് എഞ്ചിനീയർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ, കോർപ്പറേഷനിലെ കോർപ്പറേഷൻ്റെ
എഞ്ചിനീയർ, അതായത് LSGയിലെ എഞ്ചിനീയർ ആയിരിക്കും അതിൽ പങ്കെടുക്കേണ്ടത്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ഉണ്ടായിരിക്കാം, വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ ഉണ്ടാവും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 3 സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരിക്കണം, NGOs ഉണ്ടായിരിക്കണം. ഇത് അടുത്തതാണ് വരുന്നത് നമ്മുടെ പ്രധാന മെഡിക്കൽ ഓഫീസർ, ചാർജ് മെഡിക്കൽ ഓഫീസറാണ് അടുത്ത് വരുന്നത്. അതാണ് ചാർജ് മെഡിക്കൽ ഓഫീസറാണ് മെമ്പർ സെക്രട്ടറി. തൊട്ടടുത്തുള്ള സീനിയർ മെഡിക്കൽ ഓഫീസറും എൻ്റെ HMCയിലെ മെമ്പറാണ്. പിന്നെ വരുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ. സ്ഥാപനം അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ അകത്ത് HMCയിലെ മെമ്പറാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അതിൽ മെമ്പേഴ്സാണ്. അപ്പം മാനേജിംഗ് കമ്മിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ചിലപ്പം. പക്ഷെ ഈ 15 പേര്, മേൽ പറഞ്ഞിട്ടുള്ള 15 പേരിൽ അംഗസംഖ്യ കൂടാൻ പാടില്ല. ഈ 15 ആൾക്കാർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ. ഇനി മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലകൾ, അതായത് ചെയർപേഴ്സൺ ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് HMCയുടെ ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നതാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കും വൈസ് ചെയർപേഴ്സൺ. മൂന്നാമതൊരു മെമ്പർ സെക്രട്ടറി, പ്രധാന മെഡിക്കൽ ഓഫീസർ. അപ്പോൾ പ്രധാന മെഡിക്കൽ ഓഫീസർ ആണ് ഈ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് ഈ കമ്മിറ്റി കൂടേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ബാക്കി എല്ലാം ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. നഗരസഭകളിലാണെങ്കിൽ ചെയർപേഴ്സൺ മേയർ ആയിരിക്കും. പക്ഷേ നഗരസഭയുടെ കാര്യത്തിൽ കൗൺസിലർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് HMC ചെയർപേഴ്സണായിട്ട് നിയമിക്കാൻ പറ്റുന്നതാണ്. ഒരു HMC രൂപീകരണം, അത് ഒരു പഞ്ചായത്ത് രാജ് വഴി ഒരു ഭരണം വരുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനം പ്രകാരം കുറേ മെമ്പേഴ്സിന് മെഡിക്കൽ ഓഫീസറിന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ തരുന്നതായിരിക്കും. ഈ കമ്മിറ്റി, ഈ മെമ്പേഴ്സിനെയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസർ ഒരു മീറ്റിംഗ് കൂടാനായിട്ട് അറിയിക്കേണ്ടത്. അതായത് നമുക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HMC കൂടാവുന്നതാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി പഞ്ചായത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കൗൺസിലിന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് മാനേജിംഗ് കമ്മിറ്റികളുടെ കാലാവധിയും അവസാനിക്കുന്നതായിരിക്കും. പുതിയ ഗവൺമെന്റ് വരികയാണെങ്കിൽ നമുക്ക് പുതിയ HMC രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മീറ്റിംഗ് കൂടുമ്പോൾ ഒരു അംഗത്തിന്റെ മെമ്പർഷിപ്പ് അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയർപേഴ്സന്റെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു അംഗം തുടർച്ചയായി 3 യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുന്ന പക്ഷം അയാളുടെ അംഗത്വം ഒഴിഞ്ഞതായി കരുതപ്പെടുന്നു. അല്ലെങ്കിൽ സ്വയം രാജിവെക്കുകയോ പാപ്പരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ മെമ്പർഷിപ്പ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. വീണ്ടും പഞ്ചായത്ത് അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനപ്രകാരം പുതിയ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് ഒഴിവുകൾ നികത്തേണ്ടതാണ്. പിന്നെ ഈ കമ്മിറ്റിയിൽ നമുക്ക് സ്ഥിരം ക്ഷണിതാക്കളായിട്ട് കുറച്ച് പേരുണ്ട്. അത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ MP, MLA, പിന്നെ ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ ഓരോ പ്രതിനിധി വീതം. ഈ പ്രതിനിധികളെ തരുന്നത് ഓരോരുത്തർ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാനിതിൻ്റെ മെമ്പറാണ്, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ മെമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വരും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതാണോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതിൻ്റെ പ്രസിഡന്റ് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് അവരെ നമ്മുടെ മെമ്പർ ഇതായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഓരോ പ്രതിനിധി വീതം കൂടി നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കാം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉത്തരവ് പ്രകാരം
വരുന്ന മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തണം. പിന്നെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ CDS ചെയർപേഴ്സൺ ഉണ്ടാവും, ICDSന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനുണ്ടാവും, പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിൽ CDPO അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ഇവരെല്ലാം അതിന്റെ മെമ്പറായിട്ട് കൂട്ടാം. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എല്ലാം ഇതിന്റെ മെമ്പേഴ്സായിട്ട് വരും. കോർപ്പറേഷന്റെ കാര്യത്തിൽ CDS ചെയർപേഴ്സൺ, ICDSന്റെ പ്രോജക്ട് ഓഫീസർ, മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി, ഇവരെല്ലാം ഇതിന്റെ മെമ്പേഴ്സായിട്ട് വരും. പക്ഷെ സ്ഥിരം ക്ഷണിതാക്കൾക്ക് വോട്ടവകാശമില്ല. വോട്ടവകാശം ഒഴികെ കമ്മിറ്റിയിൽ മറ്റംഗങ്ങളുടെ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റംഗങ്ങളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കുമ്പോൾ, ഹോസ്പിറ്റൽ ആവശ്യമായ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റിന് ആവശ്യമായ ശുപാർശകൾ ചെയ്യാം, വികസന സമിതികൾ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ പഞ്ചായത്തിലെ കൗൺസിലിന് നൽകാം, മരാമത്ത് വർക്കുകൾ, അറ്റകുറ്റപ്പണികൾ, ഉപകരണങ്ങളും സാമഗ്രികളും ലഭ്യമാക്കലും അവയുടെ അറ്റകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളും രോഗികൾ, സഹായികൾ, സന്ദർശകർ എന്നിവർക്ക് സൗകര്യം ഏർപ്പെടുത്തൽ എന്നിവയുടെ മേൽനോട്ടം വഹിക്കാം. അതുപോലെ 5-year പ്ലാൻസിന്റെ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് HMC വഴി നമുക്ക് റെക്കമെൻഡ് ചെയ്യാന്നുള്ളതുണ്ട്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റിനകത്ത് വരുന്ന എന്ത് കാര്യങ്ങൾക്കും ഇവർക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ചുമതലകൾക്ക് നിർവഹണത്തിലുള്ള ഫണ്ട് കണ്ടെത്തുക, അത് ചെലവഴിക്കുക, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ഇവർക്ക് HMC മെമ്പേഴ്സിന് അധികാരമുള്ളതാണ്. പൊതുജനാരോഗ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പഞ്ചായത്തിനും കൗൺസിലിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും റിപ്പോർട്ട് നൽകുക, അതും HMCയുടെ ഒരു ചുമതലയാണ്. പിന്നെ പൗരാവകാശ രേഖ പാലിക്കപ്പെടുന്നുണ്ടോ, സിറ്റിസൻസ് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക, പുതുക്കുന്നതിനുള്ള ശുപാർശ നൽകുക, ഇതെല്ലാം HMC കമ്മിറ്റിക്ക് ചുമതലയുള്ളതാണ്. പിന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതല ഇനിയും വരുന്നത് രോഗികളും പൊതുജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ താലൂക്ക് ഓഫ് നിയമം ഓരോ പ്രോബ്ലം ഉള്ള ഒരു ഏരിയയാണ്. അവിടെ ഈവനിങ് OPയിൽ എക്സ്ട്രാ ഡോക്ടേഴ്സിനെ വേണമെന്ന് അവിടെ ജനങ്ങളും HMC മെമ്പേഴ്സൊക്കെ തീരുമാനിക്കുകയും കോർപ്പറേഷൻ വഴി ഞങ്ങൾക്ക് 2 ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ രോഗികളുടെ പൊതുജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം ചെയ്യാനായിട്ടും അവർക്ക് കഴിയും. ഉപകരണങ്ങൾ, ഫർണിച്ചർ, മരുന്നുകൾ മുതലായ വിലയ്ക്ക് വാങ്ങിയോ സംഭാവനയായി സ്വീകരിച്ചോ ലഭ്യമാക്കാം. പരാതികൾ പരിശോധിക്കാം, അതിന് പരിഹാരം നിർദ്ദേശിക്കാം. ഫീൽഡ് തല ജീവനക്കാരുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുക. നമ്മൾ സാധാരണ ഫീൽഡിലെ സ്റ്റാഫിനെ ഇവരൊന്നും സാധാരണ ഒന്നും മേൽനോട്ടം വഹിക്കാറില്ല. പക്ഷെ നമുക്കൊരു നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിലിറ്റീസോ ഫ്ലഡോ ഫീവർ ഔട്ട്ബ്രേക്കോ ഒക്കെ വരുമ്പോൾ ഇവരുടെ HMC മെമ്പേഴ്സിന്റെ സഹായം തേടാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ക്യാമ്പുകളൊക്കെ നടത്തേണ്ടി വരികയാണെങ്കിൽ, കണ്ടക്ട് ചെയ്യേണ്ടി വരിക, അവിടെയും നമുക്ക് ഇവരുടെ സേവനം ലഭ്യമാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രമക്കേടും അഴിമതിയും തടയാൻ ജാഗ്രത പാലിക്കുക. പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക. പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ പൊതുജന സഹകരണം പ്രോത്സാഹിപ്പിക്കുക. മാതൃശിശു സംരക്ഷണം, പരിസര ശുചീകരണം, ഫീൽഡിലെ പ്രവർത്തനം, രോഗനിർണയ ചികിത്സ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ശാസ്ത്രീയ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിന് സഹായം നൽകുക. ക്യാൻറ്റീൻ, ന്യായവില മെഡിക്കൽ സ്റ്റോർ, ലാബ്, പാൽ ബൂത്ത്, ടെലിഫോൺ ബൂത്ത് തുടങ്ങിയവ ആരംഭിക്കുവാനും സൗകര്യം നൽകാനും നടത്തുക. പിന്നെ കാലാകാലങ്ങളിൽ സാമൂഹ്യ ഓഡിറ്റ് ഏർപ്പെടുത്തുക.
പിന്നെ ആശുപത്രി വികസന ഫണ്ടിന്റെ വിനിയോഗം അതിന്റെ നിബന്ധനകൾ. ചുമതലകളുടെ നിർവഹണത്തിനായി ഫണ്ട് വിനിയോഗിക്കേണ്ടതാണ്. അനുവദനീയമില്ലെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സാമഗ്രികൾ വാങ്ങാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ ഒരു HMCയുടെ വരുമാനം എങ്ങനെയാണ്? HMCയുടെ വരുമാനം വരുന്നത് OP ടിക്കറ്റിൽ വരാം, ഇൻപേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൽ വരാം, പാസുകൾ വരാം, എക്സ്റേ വരാം, ECG വരാം, വെഹിക്കിൾ പാസ് അതുപോലെയൊക്കെ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് HMCയുടെ ഫണ്ടുകൾ ചെറിയ ഹോസ്പിറ്റലിൽ വരുന്നത്. വലിയ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ. വലിയ ഹോസ്പിറ്റലിൽ ഇൻകം വളരെ കൂടുതലായിരിക്കാം. ചെറിയ ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ ചെലവുകൾ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങും. അപ്പം നമ്മുടെ HMCയിൽ ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ വിഷയം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നത്. ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വർക്കുകളോ ചെയ്യുകയാണെങ്കിൽ അത് HMCയിൽ നടക്കുന്നത് അതിൻ്റെ അജണ്ടയിൽ ആ വിഷയം അവതരിപ്പിക്കുകയും കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ ചെലവുകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ അടിയന്തര സാഹചര്യത്തിൽ ചെയർപേഴ്സന്റെ സമ്മതത്തോടെ മെമ്പർ സെക്രട്ടറി ചെലവ് ചെയ്യുന്നതും തൊട്ടടുത്ത കമ്മിറ്റിയിൽ സാധൂകരണം നൽകേണ്ടതുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് HMCയുടെ ഓരോ കമ്മിറ്റി ഓരോ 3 മാസത്തേക്ക് ഒരിക്കൽ കൂടേണ്ടതാണ്. അതല്ലാതെ എമർജൻസി ആയിട്ട് കൂടേണ്ടി വരികയാണെങ്കിൽ അഡ്ഹോക് കമ്മിറ്റികൾ 24 hours 24 മണിക്കൂറിൻ്റെ അകത്തുള്ള ഒരു ടെലിഫോൺ സന്ദേശത്തിൽ കൂടി നമുക്ക് HMCയിലെ മീറ്റിംഗ് കൂടാവുന്നതാണ്. പിന്നെ അടിയന്തര സാഹചര്യത്തിൽ നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരികയോ എന്തെങ്കിലും വാങ്ങേണ്ടി വരികയോ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് മെമ്പർ സെക്രട്ടറിക്ക് ചെയ്യാം. അത് ചെയർപേഴ്സനെ ടെലിഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ കണ്ട് അത് അവതരിപ്പിക്കുകയും ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അത് അടുത്ത കമ്മിറ്റി റാറ്റിഫിക്കേഷൻ വാങ്ങിച്ചാലും മതിയാകും. പിന്നെ നമുക്ക് ജീവനക്കാരെ നമുക്ക് നിയോഗിക്കാം. പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി നിന്നുള്ള നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾ എടുക്കുന്നതായിട്ട് ഇവർ ആവശ്യപ്പെടും. കാര്യം പല പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അടുത്ത് ഉണ്ടാവും. അവരുടെ ആൾക്കാരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതെല്ലാം സ്ഥിരമായിട്ട് നടക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അതിലൊന്ന് നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം. പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എന്നിവ ഒഴികെയുള്ള ഇനങ്ങളിൽ വരുമാനം കണക്കിലെടുത്തും സർക്കാർ മാർഗനിർദ്ദേശങ്ങളും പഞ്ചായത്തിൻ്റെ കൗൺസിലിൻ്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായി കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജീവനക്കാരെ നിയോഗിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് പല ഓഡിറ്റ് ഒബ്ജക്ഷൻസും നമുക്ക് വരുന്നത്. അപ്പം HMC ഫണ്ടിൽ വരുന്ന പണം അത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാഫിനെ നിയോഗിക്കാം. അപ്പം സ്റ്റാഫ് നിയോഗിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമാണോ എന്നറിയണം. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് അല്ല ഒരു ഗ്രേഡ് ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റിനെ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, ഒരു ECG ടെക്നീഷ്യൻ വേണമെങ്കിൽ അവരെ വയ്ക്കാം, അല്ലെങ്കിൽ ഡ്രൈവറിനെ വയ്ക്കാം, അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫറിനെ വയ്ക്കാം. അങ്ങനെ വരുന്ന എന്ത് പോസ്റ്റിനും ആദ്യമായിട്ട് കമ്മിറ്റിയിൽ അതിൻ്റെ ആവശ്യകത അറിയിക്കണം. അപ്പോൾ അതിനൊരു നമുക്ക് ഈ ആശുപത്രിയിൽ ഇത്ര പോപ്പുലേഷൻ ആൾക്കാർ വരുന്നു, അവർക്ക് നമുക്ക് ഇന്ന ആവശ്യമുണ്ട്, നല്ല സെക്യൂരിറ്റി വേണം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു അനുമതി തേടുകയും ഈ അനുമതി കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു പരസ്യം കൊടുക്കുകയും അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ട് അതിൽ നമുക്ക് താൽക്കാലികമായിട്ട് അവരെ വയ്ക്കാവുന്നതാണ്. ഈ താൽക്കാലികം വെച്ചാൽ 6 months to 1 year ആണ് താൽക്കാലികം എന്ന് പറയുന്നത്. ഈ 6 മാസം കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് നമ്മളൊരു 179 ദിവസം കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഇട്ടിട്ട് അവരുടെ പിന്നെ അവർ തുടരാൻ സമ്മതിക്കും. അങ്ങനെ തുടരുന്ന ആൾക്കാർ ഒരു കൊല്ലം, മാക്സിമം 1 year കഴിയുമ്പോൾ വീണ്ടും അവരെ ഈ ജോലിയിൽ തുടരാൻ അനുവദിക്കണമെങ്കിൽ HMCയുടെ കമ്മിറ്റിയുടെ തീരുമാനം ഒന്നുകൂടി അവരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വാങ്ങിക്കേണ്ടതായിരിക്കും. അത് വാങ്ങുന്നതിൽ പലരും അതിൽ എതിർപ്പ് പറയും. പക്ഷെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് തന്നെ പറയാൻ പറ്റും, ഇവരുടെ സ്വഭാവം നല്ലതായിട്ട് ജോലി ചെയ്യും, നമ്മുടെ ആശുപത്രിക്ക് ഇവരൊരു അസറ്റാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വേണമെങ്കിൽ ഇവരെ തുടരാൻ സമ്മതിക്കാം. അത് തീരുമാനം ഉണ്ടായിരിക്കും.
പിന്നെ ഈ ഇനത്തിൽ ചെലവ് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് എന്നിവ ഒഴികെയുള്ള ജനങ്ങളിലെ വരുമാനത്തിന് 50% കവിയാൻ പാടില്ല. പലപ്പോഴും വരുന്ന പ്രോബ്ലം, നമ്മൾ സ്റ്റാഫിനെ നിയോഗിക്കും, അത് കഴിയുമ്പോൾ നമുക്ക് വരുമാനം കുറയും, ഇവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, ഓഡിറ്റ് കുറീസൊക്കെ എഴുതിയിടുകയും ചെയ്യും. അപ്പം എപ്പോഴും നമുക്കൊരു സ്റ്റാഫിനെ നമുക്ക് നിയമിക്കണമെങ്കിൽ അത് ചെയർപേഴ്സണായിട്ട് സംസാരിക്കുക. നമുക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ മാസത്തിൽ, നമുക്കത് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പല മെഡിക്കൽ ഓഫീസേഴ്സും പെട്ടില്ലാകുന്നത് പഞ്ചായത്തിലെ കമ്മിറ്റിയിലെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് എടുത്തു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം 50% സാലറി ഇനത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ കമ്മിറ്റിയിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ HMCയിലെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ കമ്മിറ്റിയിലോ പഞ്ചായത്തിലോ അതിൻ്റെ അംഗങ്ങളുടെ കുടുംബക്കാരെ ഇതിൽ നിയോഗിക്കരുത്. കുടുംബം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അവരുടെ മക്കൾ, സഹോദരൻ, സഹോദരി, പിതാവ്, മാതാവ്, ഇവരാരും തന്നെ ഇതിൽ ഡയറക്റ്റായിട്ട് ഉൾക്കൊള്ളിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ലോക്കൽ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനൊരു പ്രാധാന്യമുണ്ട്. കാര്യം അവർക്ക് വന്നു പോകാനുള്ള സമയം, ഒരു എമർജൻസികളിൽ ആശുപത്രിയിൽ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ലൊക്കാലിറ്റിയിലുള്ളവരെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നിയമിക്കുമ്പോൾ ആരെയാണ് നിയമിക്കുന്നത്, അവരുടെ ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കണം. ഈ ഒരു റേഡിയോഗ്രാഫർ ആണെങ്കിൽ അവർ എവിടെ നിന്നാണ് റേഡിയോഗ്രാഫർ കോഴ്സ് പാസ്സായിട്ടുള്ളത്, അംഗീകൃത സ്ഥാപനത്തിൽ ആണോ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അതെല്ലാം തന്നെ നോക്കിയിട്ട് വേണം അത് അവരെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ്റെ അകത്ത് ഒരു വിഷയമുള്ളത്, ആർക്കും ഒരുപാട് പേര് സെലക്ഷന് വേണ്ടി വരാൻ സാധ്യതയുണ്ട് അത് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിട്ട്, സെലക്ഷൻ കമ്മിറ്റിയിൽ. പക്ഷെ അത് മെഡിക്കൽ ഓഫീസറും ഫസ്റ്റ് ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി മെഡിക്കൽ ഓഫീസറും പങ്കെടുക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഒരു ടെക്നിക്കൽ പോസ്റ്റിലുള്ളവരാണെങ്കിൽ, സ്കിൽഡ് സ്റ്റാഫ് ആണെങ്കിൽ ജില്ലാതലത്തിൽ DMOയ്ക്ക് ഒരു റേഡിയോഗ്രാഫറിനെ എടുക്കണമെങ്കിൽ DMOയ്ക്ക് എഴുതണം, റേഡിയോഗ്രാഫറിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് HMC തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിന് തരണം എന്ന് ആവശ്യപ്പെടുകയും ആ ടെക്നിക്കൽ എക്സ്പേർട്ട് കൂടെ നിന്ന് വേണം ഒരു മാർക്ക് നിർണ്ണയിച്ച് നമുക്ക് അവരെടുക്കാം. എന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാൻഡിഡേറ്റിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലിസ്റ്റ് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അവരുടെ അനുമതി വാങ്ങിയിട്ട് വേണം അവരെ പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ ശമ്പളം നമ്മൾ തീരുമാനിക്കുന്നത്, ഇപ്പോൾ ഡെയിലി വേജസിൻ്റെ ശമ്പളമുണ്ട്, പിന്നെ NHMൻ്റെ സ്റ്റാഫിൻ്റെ ശമ്പളം അത് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അതിലെല്ലാം ഉപരി നമ്മൾ HMCൻ്റെ ഫണ്ടിൻ്റെ തോതനുസരിച്ച് നമുക്കിപ്പം ഒരു NHM കൊടുക്കുന്നത് 1000 രൂപയാണെങ്കിൽ നമുക്ക് 700 രൂപയാണെങ്കിലോ 650 രൂപയ്ക്കോ 500 രൂപയ്ക്കോ നമ്മുടെ HMC കമ്മിറ്റിയിൽ തീരുമാനിക്കാം. നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം അനുസരിച്ചിട്ടുള്ള സാലറി കൊടുക്കുന്നത് നമ്മുടെ വരവനുസരിച്ചിട്ടുള്ള നമുക്ക് താങ്ങാൻ പറ്റുന്ന 50% കുറഞ്ഞു നിൽക്കുന്ന ഒരു എമൗണ്ടായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് നമ്മുടെ HMC കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം ആദ്യം അപ്പോയിൻമെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ വരും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. പിന്നെ അവർ സ്ഥിരമായിട്ടാവണമെന്നൊക്കെ ആവശ്യപ്പെടും. അപ്പം സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടാവുകയില്ല എന്ന് നിയമന ഉത്തരവിലും കരാറിലും വ്യക്തമാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു HMCയിൽ ഒരാളിനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ HMCയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു 200 രൂപ പത്രത്തിൽ ഒരു ബോണ്ട് വയ്ക്കുകയും അതിൽ വ്യക്തമായിട്ട് അവരുടെ ഏത് സാഹചര്യത്തിൽ എന്നാണ് അവരെ നിയോഗിച്ചത്, എത്ര രൂപയിലാണ് അവരുടെ ശമ്പളം നിർണ്ണയിച്ചത്, ഇതെല്ലാം കാണിച്ചിട്ട്, അതുപോലെ തന്നെ ഇവരുടെ അപ്പോയിൻമെന്റ് സ്ഥിരം ഉള്ളതല്ല എന്ന് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വേണം ഇവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഡ്രൈവറിനെ എടുക്കുമ്പോഴും ആംബുലൻസിൻ്റെ ഡ്രൈവറിനെ എടുക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ അത് നേരിട്ടിട്ടുണ്ട്. ആ ഒരു വിഷയം ഞാൻ പിന്നെ പറയാം. പിന്നെ ആശുപത്രി വികസന ഫണ്ടിൻ്റെ ഓഡിറ്റ്, ഈ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എക്സാമിനർ, കേരള സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അതായത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആണ്
ഇത് നടക്കുന്നത്. LSCയുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ HMC റെഗുലറായിട്ട് അവിടെ ഓഡിറ്റിന് വിധേയമാക്കും. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് HMCയുടെ എല്ലാ വർഷവും നടക്കുന്നതല്ല. പഞ്ചായത്ത് ഫണ്ടിന്റെ അല്ലെങ്കിൽ മുനിസിപ്പൽ ഫണ്ടിന്റെ കാര്യത്തിലെ പോലെ തന്നെ ആശുപത്രി വികസന ഫണ്ട് വർഷത്തിൽ ഒരിക്കലോ ആവശ്യമെന്ന് കണ്ടാൽ അതിനിടയ്ക്ക് ഓഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ HMC ഫണ്ടിന്റെ ഓഡിറ്റിൽ ഒരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. ഈ എല്ലാ വർഷവും, അത് മേജർ ഹോസ്പിറ്റൽ മതി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഇതിന്റെ ഓഡിറ്റ് നടത്തേണ്ടതാണ്. ഓഡിറ്റ് റിപ്പോർട്ട് മെമ്പർ സെക്രട്ടറിക്ക് പഞ്ചായത്തിന് കൗൺസിൽ നൽകേണ്ടത്. അപ്പോൾ ഓഡിറ്റ് ഒരു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസറിന് തരും, പഞ്ചായത്ത് കൗൺസിൽ അല്ല പഞ്ചായത്തിനോ അല്ല കൗൺസിലിനോ കൊടുക്കും. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഒരേ സമയത്ത് തന്നെ രണ്ടുപേർക്ക് കിട്ടുന്നതാണ്. രണ്ടുപേരും അതിൽ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ മെമ്പർ സെക്രട്ടറിയുടെ, അതായത് മെഡിക്കൽ ഓഫീസറിന്റെ ചുമതല എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ അടുത്ത യോഗത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ചയ്ക്ക് വയ്ക്കണം. പക്ഷെ അത് സാധാരണ വയ്ക്കാറില്ല. നമ്മളത് വയ്ക്കുമ്പോൾ വലിയ പ്രോബ്ലം വരാറുണ്ട്. അതുകൊണ്ട് കഴിവതും ഇത് ചർച്ച ചെയ്യുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് സംസാരിക്കുക. പിന്നെ ക്രമക്കേടുകളും പോരായ്മകളും പരിഹരിക്കേണ്ടതാണ്. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അത് പരിഹരിച്ച് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എത്രയും വേഗം മാനേജ്മെന്റ് കമ്മിറ്റിക്കും പഞ്ചായത്തിനും കൗൺസിലിനും ഓഡിറ്റർക്കും നൽകണം. അതായത് റിപ്ലൈ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പേയ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തണം. അതുപോലെ തന്നെ ക്ലർക്കിന്റെ വിഷയം ഈ സ്ലൈഡ്സ് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ പഞ്ചായത്തിന്റെ കൗൺസിലിന്റെ ചുമതല എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് പരിഗണിക്കേണ്ടതും ആവശ്യമായ നിർദ്ദേശങ്ങൾ മെമ്പർ സെക്രട്ടറിക്ക് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നൽകേണ്ടതാണ്. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഡിറ്റ് ഞാൻ പറഞ്ഞു. ആശുപത്രി വികസന ഫണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ടതാണ്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിക്കണം. HMCയിൽ തീരുമാനിച്ച് അതിന് ഏത് ചാർട്ടേഡ് അക്കൗണ്ട് വെക്കണമെന്നും അവർക്ക് എത്ര രൂപ ഫീസായിട്ട് കൊടുക്കേണ്ടതാണെന്നും ഇതിൽ തന്നെ തീരുമാനിക്കാവുന്നതാണ്. കമ്മിറ്റിയിൽ തന്നെ തീരുമാനിക്കും. ഇത് നോക്കിവിടാം. ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അതിന് 2 പാർട്ടായിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ 2 ഭാഗങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഒന്നാം ഭാഗത്ത് പൊതുവായ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ റിപ്പോർട്ട് തരുമ്പോൾ ഓഡിറ്റിന്റെ ചുമതലപ്പെടുത്തിയ ഉത്തരവ്, ഏത് ഉത്തരവിന്റെ പേരിലാണ് വന്നത്, അല്ലെങ്കിൽ ചട്ടം, ഓഡിറ്റിന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്, ഓഡിറ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്റെ പേര്, തീയതി, സ്ഥാപനത്തിന്റെ മേലധികാരികളുടെ വിവരം, സ്ഥാപനത്തിന്റെ രൂപവൽക്കരണം, പ്രവർത്തനം എന്നിവയുടെ ലഘുവിവരണം, ബഡ്ജറ്റ്, അക്കൗണ്ട് എന്നിവയിലേക്കുള്ള പരാമർശങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുടെ പൊതു പരാമർശം, അഭിപ്രായങ്ങൾ, ശുപാർശകൾ, ഓഡിറ്റ് അവലോകനം എന്നിവ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാം ഭാഗത്ത് പ്രധാന ഓഡിറ്റ് പരാമർശങ്ങൾ ചേർക്കണം. അതായത് എന്തെങ്കിലും പണം ഇടപാടുകളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പോയിൻമെന്റുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് ശരിയാണോ, ഇതെല്ലാം തന്നെ രണ്ടാം ഭാഗത്ത് വരേണ്ടതാണ്. പിന്നെ ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് പത്രികയും പരിശോധന സാക്ഷ്യപത്രവും അനുബന്ധങ്ങളെ ചേർക്കേണ്ടതാണ്. എല്ലാ പണപ്പിരിവിനും രസീത് നൽകേണ്ടതാണ്. അതായത് കാർബൺ കോപ്പി വെച്ചിട്ടുള്ള രസീത് വേണം എല്ലാ പണപ്പിരിവിനും കൊടുക്കേണ്ടത്. പിന്നെ ആശുപത്രി വികസന സമിതികളുടെ പ്രധാന ലക്ഷ്യം ഓഡിറ്റർമാർ ഉൾക്കൊള്ളേണ്ടതും അതനുസരിച്ച് പരിശോധന നടത്തേണ്ടതുമാണ്. അതുപോലെ നിസ്സാര കാര്യങ്ങൾ, ഇതാണ് നമുക്ക് വരുന്ന വലിയ പ്രോബ്ലം. നിസ്സാര കാര്യങ്ങൾ ഓഡിറ്റിൽ ഊതിപ്പെരിപ്പിക്കുകയും അതിന് പല കുറികളും എഴുതിയിടും. അപ്പം ധനവിനിയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മാൽ പ്രാക്ടീസോ ഫണ്ടിലെ ഫ്രോഡലൻസോ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ കാണേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും പറഞ്ഞുതരാം, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നുള്ള പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഓഡിറ്റിൻ്റെ വിഷയങ്ങൾ വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ് കുറച്ച്
നമ്മൾ ഇപ്പം കമ്മിറ്റി കൂടി അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നു, അതിൻ്റെ ഫണ്ടുകൾ വരുന്നു. ഹോസ്പിറ്റലിൽ അതിന് HMCയിലെ ക്ലർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. HMC ക്ലർക്കാണ് നമ്മളെ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നതും അല്ലെങ്കിൽ നമ്മൾ വെട്ടിലാക്കുന്നതും HMC ക്ലർക്ക്. അപ്പം അതിൽ പറയുന്ന കുറേ രജിസ്റ്റേഴ്സ് നമുക്ക് വേണം. ഇത്രയും രജിസ്റ്റേഴ്സ് ആണ് ഇതിൽ HMCയുടെ ഇതിൽ പറയുന്നത്. ഒന്ന് ക്യാഷ് ബുക്ക്, ഡെയിലി ക്യാഷ് ബുക്ക്, വരവ് രജിസ്റ്റർ, ചെലവ് രജിസ്റ്റർ, ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെന്റ് രജിസ്റ്റർ, ഡെപ്പോസിറ്റ് രജിസ്റ്റർ, അഡ്വാൻസ് രജിസ്റ്റർ, ഓഡിറ്റിന് സമർപ്പിക്കേണ്ട വരവ് ചെലവ് കണക്കിന്റെ മാതൃക ഫോം. ഇതിൻ്റെ അകത്ത് ക്യാഷ് ബുക്കിൽ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. ക്യാഷ് ബുക്കിൽ 3 പാർട്ട് ഉണ്ടായിരിക്കണം. ഒന്ന് വരവ്, നമുക്ക് ഡെയിലി കളക്ഷൻ, ഹോസ്പിറ്റലിലെ കളക്ഷൻ, പിന്നെ ബാങ്കിൻ്റെ ഒരു കോളം ഉണ്ടായിരിക്കണം, പിന്നെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ബാങ്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഇതുണ്ട്, അഡ്വാൻസ് ഒരു കോളമുണ്ട്. അഡ്വാൻസ് കോളം കൂടെ അതിൽ കാണിച്ചു പോകണം. അതായത് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന ഒരു അത് കാണിക്കാനായിട്ട്. പിന്നെ ക്യാഷ് ബുക്ക്, വരവ്, ഡെയിലി വരവ് നമ്മൾ ഓരോ ദിവസം എഴുതി അത് സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് എന്തൊക്കെയാണ് വരുമാനം ഉള്ളത് അതിൽ നിന്ന് എഴുതണം. പിന്നെ ചെലവ് രജിസ്റ്റർ, എന്തൊക്കെ ചിലവുണ്ട്. ഓരോ ചെക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. ചില മെഡിക്കൽ ഓഫീസേഴ്സ് വളരെ ജൂനിയർ ആയിട്ടിരിക്കുന്ന മെഡിക്കൽ ഓഫീസേഴ്സ് തന്നെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ സീനിയേഴ്സ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സും അതിൽ വീഴ്ച വരുത്താറുണ്ട്. അപ്പോൾ ഈ ബുക്കുകളെല്ലാം തന്നെ ഡെയിലി നമ്മൾ നോക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ അഡ്വാൻസ് രജിസ്റ്റർ, ഈ ഇൻവെസ്റ്റ്മെന്റും ഡെപ്പോസിറ്റ് രജിസ്റ്ററും വലിയ കാര്യമില്ല, അഡ്വാൻസ് രജിസ്റ്റർ വേണം. അതായത് നമുക്ക് വരുമാനം ചെലവ് നടത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഇതുണ്ട്. അതായത് ചെലവ് നടത്തുമ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ഓരോ ദിവസമുള്ള പണം നമുക്ക് ചുമ്മാ കൊടുത്ത് ചെലവഴിക്കാൻ പാടില്ല. ഓരോ ദിവസവും നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്, റെമിറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് നമുക്കൊരു അഡ്വാൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ കമ്മിറ്റിയിൽ ആദ്യമേ തന്നെ നമുക്കൊരു മാസത്തേക്ക് എത്ര ചിലവുണ്ടാവും അല്ലെങ്കിൽ 2 മാസത്തേക്ക് എത്ര ചിലവുണ്ടാവും എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു അഡ്വാൻസ് തുക നമുക്ക് മുൻകൂറായിട്ട് എടുത്ത് വയ്ക്കാൻ കഴിയും. ആ അഡ്വാൻസ് തുക വേണം നമുക്ക് പലപ്പോഴും ചിലവഴിക്കാനായിട്ട്. പിന്നെ ഓഡിറ്റ് സമർപ്പിക്കേണ്ട വരവ് ചെലവ് കണക്കിന്റെ മാതൃക ഫോം. പിന്നെ നമുക്ക് ഒരു അക്കൗണ്ട് എങ്ങനെ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ്, അതായത് HMCയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സണും അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയാലും കുഴപ്പമില്ല, അവരുടെ പേരിലും മെമ്പർ സെക്രട്ടറി, അതായത് മെഡിക്കൽ ഓഫീസറിൻ്റെ പേരിലുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഒരു നാഷണൽ ബാങ്കിൽ തുടങ്ങണം. എന്നിട്ട് അതിൽ അവർ തരുന്ന ചെക്കിൽ മെഡിക്കൽ ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ചെയർപേഴ്സണിന് ഒപ്പിട്ട ചെക്ക് മുഖാന്തരം മാത്രമേ പേയ്മെന്റ് കൊടുക്കാവൂ. പേയ്മെന്റ് കൊടുക്കുന്നതിലും 1000 രൂപയ്ക്ക് മേളിലുള്ള എല്ലാ പേയ്മെന്റും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1000 രൂപയ്ക്ക് മേളിലുള്ള എല്ലാ പേയ്മെന്റും ചെക്ക് മുഖാന്തരം അല്ലെങ്കിൽ DD മുഖാന്തരം കൊടുക്കാവൂ. 1000-ന്റെ താഴെയുള്ള എമൗണ്ടുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. അതിൽ എന്തെങ്കിലും വാങ്ങുന്നതാണെങ്കിൽ സ്റ്റോർ പർച്ചേസ് റൂളും ഒക്കെ നോക്കി വേണം അതിൽ വാങ്ങാനായിട്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ HMC കൂടിക്കഴിയുമ്പോൾ പല മെമ്പേഴ്സും അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഓരോരുത്തരെ പരിചയപ്പെടുകയും അവരൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നൊക്കെ നോക്കുകയും പല ഇൻസ്ട്രക്ഷൻസൊക്കെ തരാറുണ്ട്. പക്ഷെ അത് വളരെ തെറ്റാണ്. മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് സാങ്കേതികമായ ചികിത്സാപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അറ്റൻഡൻസ് നോക്കാനോ അതിനൊന്നും അധികാരമില്ല. ട്രീറ്റ്മെന്റ്, ഒരു രോഗിക്ക് ഡ്രിപ്പ് കൊടുക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന HMC മെമ്പേഴ്സ് പല സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ പേഷ്യന്റ് കെയറിലും സ്റ്റാഫിന്റെ മേലിലുള്ള അധികാരവും യാതൊരു HMC മെമ്പേഴ്സിനും ഉണ്ടായിരിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ശുപാർശ ചെയ്യാം, ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മേൽ നടപടി എടുക്കണമെന്ന് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. പക്ഷെ അവർക്കായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല.
സ്ഥാപനത്തിലെ മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും മെമ്പർ സെക്രട്ടറി വഴിയുള്ള മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ഇടപെടാൻ പാടില്ല. ഹലോ ഹലോ സാറ് അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ സാറേ അൺമ്യൂട്ട് ചെയ്യണേ. എന്താണ് സന്തോഷ്, കേക്കാവോ? ആ മ്യൂട്ടായി പോയി ഇറക്കി സാറേ. ഇപ്പോഴാണ് കുറെ നേരം? ഇല്ല, ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ. പറഞ്ഞോളൂ സാറേ. സ്ക്രീൻ വരുന്നില്ല. കാണാവോ? ഒരു വരവ് ചെലവ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കാണോ? കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ HMC ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വാങ്ങാം, അതൊക്കെ നമുക്ക് ഡിസ്കഷനിൽ എടുക്കാം. ഒരു മിനിറ്റ്. പിന്നെ HMC ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഹനം വാങ്ങാൻ പറ്റും. പക്ഷെ വാഹനം വാങ്ങുന്നത് വലിയ അപകടമായിട്ടുള്ളൊരു വിഷയമാണ്. അത് വളരെ ആലോചിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. ഒന്ന്, ഈ വാഹനം വാങ്ങുമ്പോൾ അത് വാഹനം സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പ് ഡയറക്ടറിൻ്റെയും മുൻകൂർ അനുമതി വാങ്ങണം. ഒന്ന്. രണ്ടാമത്തത്, വാഹനം വാങ്ങുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതെല്ലാം ഓക്കെ. പക്ഷേ വാഹനത്തിൻ്റെ ഡ്രൈവറിൻ്റെ വേതനം, അറ്റകുറ്റപ്പണികൾ, ഇൻഷുറൻസ്, മറ്റ് ചിലവുകളെല്ലാം തന്നെ HMC ഫണ്ടിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. അത് ആലോചിച്ച് വേണം വാഹനം വാങ്ങാനായിട്ട്. പിന്നെ വാഹനത്തിലെ ലോഗ് ബുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഡ്രൈവർമാർ നിയമിക്കുമ്പോൾ അവരുടെ ലൈസൻസ് നോക്കണം. പിന്നെ അവരുടെ സ്വഭാവം നോക്കണം. പിന്നെ 24 hours വരാൻ പറ്റുന്നവരാണോ നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം ഡ്രൈവറെ നിയമിക്കുക. പിന്നെ ആംബുലൻസുകൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർ ഉണ്ട്, വെഹിക്കിൾ മാത്രം വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും 3000 രൂപ നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കണം. HMCയുടെ വാടക ഇനത്തിൽ സർക്കാരിന് അടയ്ക്കേണ്ടത് എല്ലാ വർഷവും 3000 രൂപ അടയ്ക്കണം. അല്ല, നമ്മളാണ് ഡ്രൈവർ അപ്പോയിന്റ് ചെയ്യുന്നതാണെങ്കിൽ 500 rupees, 500 രൂപ HMC വാടക ഇനത്തിൽ സർക്കാരിലേക്ക് കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ എപ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസറിൻ്റെ ഡയറക്ഷനോടുകൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. വാഹനമാകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന് HMCക്ക് പങ്കുണ്ട്. HMC മുഖേന പാലിയേറ്റീവ് കെയറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹോം കെയറിനായി LSG, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ വാഹനങ്ങൾ ലഭ്യമല്ലാതെ മുറയ്ക്ക് HMC വഴി വാങ്ങുന്ന വാഹനം അതിന് കൊടുക്കാൻ പറ്റും. അതിനെ HMC അതിൻ്റെ ഇന്ധന ചെലവ്, ഡ്രൈവറുടെ വേതനം തുടങ്ങിയ ഉൾപ്പെടുത്തി ഒരു ദിവസത്തെ ചെലവ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കണക്കാക്കണം. എന്നിട്ട് അത് ചെലവഴിക്കാം. എന്നിട്ട് പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിൽ നിന്നും ആ പൈസ തിരിച്ച് HMC ഫണ്ടിലോട്ട് റീകൂപ്പ് ചെയ്യാവുന്നതാണ്. അത് തന്നെ HMC ഫണ്ടിൽ നിന്ന് നമുക്ക് പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം നടക്കുമ്പോൾ അവർക്ക് അവരുടെ ഫുഡിനും ബാക്കി ചെലവിനൊക്കെ HMC ഫണ്ടിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തുക കൊടുക്കുകയും തിരിച്ച് പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് വഴി
അതിനെ തിരിച്ച് നമുക്ക് റീകോപ്പ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. പിന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിക്ക് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. പിന്നെ സംഭാവന നൽകുന്നവർക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ പാലിയേറ്റീവ് പരിചരണ പദ്ധതി സംഭാവന എന്ന് രേഖപ്പെടുത്തിയ കൈപ്പറ്റ് രസീത് കൊടുക്കണം. വരവ് ചെലവ് കണക്കുകൾ പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി സൂക്ഷിക്കുകയും അവ ഓഡിറ്റിന് ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. രസീത് പുസ്തകങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററും ഉണ്ടാകേണ്ടതാണ്. പാലിയേറ്റീവ് കെയർ ടീമിന്റെ ഭക്ഷണത്തിനുള്ള തുക മുൻകൂറായി HMC ഫണ്ടിൽ നിന്ന് നൽകാവുന്നതാണ്. പിന്നീട് പ്രോജക്റ്റിൽ നിന്നും തുക പിൻവലിച്ച് നൽകേണ്ടതാണ്. ആക്ച്വലി ഈ സ്ലൈഡ്സ് എല്ലാം ആധികാരികമായിട്ടുള്ള ഒരു സ്ലൈഡ്സ് ആണ്. ഈ സ്ലൈഡ്സ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു സന്തോഷ് എന്ന് പറഞ്ഞ CS സന്തോഷ് എന്ന ഓഡിറ്റ് ഓഫീസറുണ്ട്. പുള്ളി പാലക്കാട് കേരള ഓഡിറ്റ് വകുപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. വളരെ ആധികാരികമായിട്ടുള്ളൊരു സ്ലൈഡാണ് ഇത്. ഇതിൽ ഇത്രയാണ് ഈ മെയിനായിട്ട് HMCയിൽ പറയാനുള്ള ഒരു പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി പറയാനുള്ളത് HMCയിൽ ഇതെല്ലാം നമ്മൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ ഇത് കിട്ടുന്നതാണ്. ഈ സ്ലൈഡും കിട്ടും, ഇതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഒരു ഓഫീസിൽ നമ്മൾ തുടങ്ങും. അത് HMC ക്ലർക്കിന് നമ്മൾ എപ്പോഴും ഒരു ഓഫീസ് നമ്മൾ ചാർജ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം, ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ അതിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നതാണ്. അതായത് ഒരു ഓഫീസിൽ നമ്മൾ ചാർജ് എടുക്കുമ്പോൾ ഓഫീസിൽ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രോജക്റ്റിൻ്റെയും HMC ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് നല്ലൊരു ക്ലർക്കായിട്ട് കൊടുക്കണം. അതായത് എഫിഷ്യൻ്റ് ആയിരിക്കണം, കാര്യങ്ങൾ ചെയ്യാനുള്ള സെൻവൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ക്ലർക്കിനെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് കിട്ടാത്തിടത്തോളം പല പ്രശ്നങ്ങളും വരാറുണ്ട്. പിന്നെ നമുക്ക് വരുന്ന OP കളക്ഷൻ, ഡെയിലി വരുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ, OP, IP, പാസ്, ലാബ്, ഇതെല്ലാം തന്നെ ഡെയിലി റെമിറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് 2-3 ദിവസം കൊണ്ട് കൊടുക്കും. പിന്നെ ഈ HMC ക്ലർക്കുമായിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പിലായിരിക്കും. അതിപ്പോൾ നമ്മളൊരു അടുപ്പം കാണും. അപ്പോൾ നമ്മളെല്ലാവരും അടുപ്പമുള്ള ആൾക്കാരെ നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതാണ്. പല സ്ഥലത്തും ക്ലർക്ക് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് മെയിൽ ക്ലർക്കുകളാണെങ്കിൽ അവർ നമ്മളുടെ നല്ല കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഡെയിലി കളക്ഷൻ ഒന്നും അവർ അടയ്ക്കത്തില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഡെയിലി കളക്ഷൻ എല്ലാ ദിവസവും തന്നെ അടച്ചിരിക്കണം. അഥവാ ഒരു അവധി ദിവസങ്ങളാണെങ്കിൽ അവധി കഴിയുന്ന ദിവസം അതിൻ്റെ ഫണ്ട് ബാങ്കിൽ റെമിറ്റ് ചെയ്തിരിക്കണം. അത് OA കൊണ്ട് റെമിറ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ക്യാഷ് ബുക്ക് എല്ലാ ദിവസവും എഴുതുന്നുള്ളത് ഉറപ്പുവരുത്തണം. ക്യാഷ് ബുക്ക് നമ്മൾ എല്ലാ ദിവസവും നോക്കേണ്ടത്. പിന്നെ ഓരോ പർച്ചേസിനും ഓരോ സെപ്പറേറ്റ് ഫയൽ വെച്ചേക്കണം. പിന്നെ ഓരോ പർച്ചേസ് നടത്തുമ്പോൾ HMCയുടെ തീരുമാനം ഉണ്ടെങ്കിലും നമുക്ക് ഇന്റേണൽ പർച്ചേസ് കമ്മിറ്റി ഒരെണ്ണം ഉണ്ടാവുകയും ആ പർച്ചേസ് കമ്മിറ്റിയിൽ വെച്ച് വേണം നമുക്ക് തീരുമാനം. ഇനി പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഒരു മെഷീൻ വാങ്ങുന്നു, ലാബിലൊരു മെഷീൻ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിസിൻ പർച്ചേസ് ചെയ്യുന്നു HMC ഫണ്ട് ചെയ്ത്, നമ്മൾ പർച്ചേസ് ചെയ്യും, പേയ്മെൻറ്റ് കൊടുക്കും, റെസിപ്റ്റ് വാങ്ങിച്ചിടും. ഇതൊക്കെ ചെയ്ത് ഫയലിലൂടെ കിടക്കും. പക്ഷേ ഓഡിറ്റ് വരുമ്പോൾ AG ഓഡിറ്റ് ആയാലും ലോക്കൽ ഫണ്ടിൻ്റെ ഓഡിറ്റ് ആയാലും അവർ നിസ്സാര കാര്യങ്ങൾക്ക് ഇതിൽ ഓഡിറ്റിന് ഒബ്ജക്ഷൻ എഴുതിയിട്ട് നമുക്ക് ലയബിലിറ്റി എഴുതിയിട്ടാറുണ്ട്. അപ്പം ഒരു ഫയല്, ഒരു പർച്ചേസിൻ്റെ ഒരു ഫയൽ എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു റിക്വസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഒരു സ്റ്റാഫ് നഴ്സാണ്, ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് വേണം, അതുകൊണ്ടെങ്കിൽ ലാബിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നു, ഈ ഒരു അനലൈസർ 80,000 രൂപയാവും, നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. ആ റിക്വസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ള ഫണ്ട് ഉണ്ടോ എന്നോ, ഇപ്പോൾ ഫണ്ട് അവൈലബിലിറ്റി, സെക്കൻഡ് ഫണ്ട് അവൈലബിലിറ്റി, ഈ ഫണ്ട് നമുക്ക് ലഭ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് സർക്കാരിൽ ഈ സാധനം കിട്ടാനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ ഒരു നോൺ അവൈലബിലിറ്റി NIC വാങ്ങണം, നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാങ്ങിയതിന് ശേഷം നമുക്ക് പർച്ചേസിലോട്ട് പോകാം. പർച്ചേസിൽ പോകുമ്പോൾ 15,000 വരെയുള്ള പർച്ചേസ് ആണെങ്കിൽ നമുക്ക് സ്റ്റോർ പർച്ചേസ് റോൾ വെച്ച് നമുക്കിത് വാങ്ങാവുന്നതാണ്. 15,000 to 1 lakh ആണെങ്കിൽ കൊട്ടേഷൻസ് വാങ്ങണം. കൊട്ടേഷൻസ് വാങ്ങുന്ന പ്രോപ്പറായിട്ട് കൊട്ടേഷൻ വാങ്ങണം. ഈ കൊട്ടേഷൻ 3 കൊട്ടേഷൻ വാങ്ങണം. ഈ കൊട്ടേഷൻ പഞ്ചായത്തിലെ പ്രൊക്യൂർ കമ്മിറ്റി ഉണ്ട്. ആ പ്രൊക്യൂർ കമ്മിറ്റിയിൽ വെച്ചിട്ട്
അവിടെ നിന്ന് തുറക്കാം, അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണെങ്കിൽ മതിയാവും. അവരുടെ പ്രസൻസിൽ ഈ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലോവസ്റ്റ് കൊട്ടേഷൻ കണക്കാക്കുക. അതൊക്കെ ക്ലർക്കിന് അറിയായിരിക്കും, നമ്മൾ കൂടി മേലോട്ട് വായിക്കണം. എന്നിട്ട് ലോവസ്റ്റ് കൊട്ടേഷനിൽ വരുന്ന ആ സാധനം ഒരു പെർഫോമ ഇൻവോയ്സിന് ആ കമ്പനിക്ക് കൊടുക്കുക. ആ പെർഫോമ ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഫണ്ട് ലഭ്യമാണെങ്കിൽ സപ്ലൈ ഓർഡർ കൊടുക്കുക. സപ്ലൈ ഓർഡർ വഴി ഒരു എക്യുപ്മെന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുക. സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുക, പിന്നെ പേയ്മെന്റ് കൊടുക്കുക. പേയ്മെന്റ് കൊടുത്തതിൻ്റെ റെസീപ്റ്റ് വാങ്ങിക്കുക. സ്റ്റോക്കിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അവ കൺസേൺഡ് ലാബിലോട്ട് ഒരു എക്യുപ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാവൂ. എന്നിട്ട് അവസാനം അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടി വയ്ക്കണം. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാതിരിക്കുകയുള്ളൂ. എനിക്ക് പല ഫയലിലും നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെ HMCയുടെ കമ്മിറ്റി തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഓരോ കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഈ കണക്കിന് നമ്മൾ എല്ലാ പർച്ചേസും ഓരോ ഫയലും ഈ കണക്കിന് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം വരാറില്ല. നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ AG എന്ന് എഴുതിയിടുമ്പോൾ ഒരു മാനദണ്ഡം ഇല്ലാതെ ഇപ്പോൾ ഒരു 50 വൗച്ചർ ഉണ്ടെങ്കിൽ 50 വൗച്ചർ പ്രോപ്പർ അല്ല, അതെല്ലാം ലയബിലിറ്റി ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഓഡിറ്റില് ഇന്റേണൽ ഓഡിറ്റിന് വരുന്ന ആൾക്കാരും ഓഡിറ്റിന് തടസ്സം നിൽക്കുന്നു എന്ന് എഴുതുന്നതിന് പകരം മെഡിക്കൽ ഓഫീസറിന്റെ പേരിൽ ലയബിലിറ്റി എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാത്തിനും കാരണം നമ്മൾ മേൽനോട്ടം വഹിക്കണം എന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും ക്ലർക്കിനെ വിശ്വസിക്കും, ക്ലർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അത് ഓരോ പർച്ചേസും കൃത്യമായിട്ട് നോക്കി റിക്വസ്റ്റ് മുതൽ UC വരെ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം വരാറില്ല. അതുപോലെ തന്നെ നമുക്ക് അപ്പോയിൻമെന്റ് ഏതെങ്കിലും വരികയാണെങ്കിൽ കൃത്യമായി അവരുടെ ബോണ്ട് വാങ്ങുക. ബോണ്ട് വാങ്ങുന്നതിൽ 200 രൂപ പത്രത്തിൽ ബോണ്ട് വാങ്ങണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശദമായിട്ട് എഴുതണം, സാലറി ഉൾപ്പെടെ എഴുതണം. എന്നിട്ട് അവരുടെ 179 ദിവസമാകുമ്പോൾ അവരൊരു ബ്രേക്ക് കൊടുക്കണം. പലപ്പോഴും നമ്മൾ ബ്രേക്ക് കൊടുക്കാൻ മറന്നു പോകും. അപ്പം അറ്റൻഡൻസിൽ ആദ്യമേ തന്നെ ആ വർഷത്തെ അറ്റൻഡൻസ് തന്നെ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്ക് കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ആ ബ്രേക്ക് കഴിഞ്ഞ് വരാം. ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു കുറയിൽ എനിക്ക് താൽക്കാലികമായ ജോലിയല്ല, ഞാൻ ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, ഇത് സ്ഥിരപ്പെടുത്തി തരണമെന്ന് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ മാത്രമേ അതിൽ കൊടുക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് എന്തെങ്കിലും മൈനർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു ചില പ്രശ്നമുണ്ട്. അതായത് അതിൽ റിക്വസ്റ്റ് വാങ്ങണം. അത് പഞ്ചായത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ AE കൊണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് വാങ്ങണം. പലപ്പോഴും ഇത് നമ്മൾ വിട്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ കമ്മിറ്റി പറയും നിങ്ങൾ പെട്ടെന്ന് ചെയ്തോളൂ, നമുക്ക് പിന്നെ എസ്റ്റിമേറ്റ് തരാമെന്ന് പറയും. അതൊന്നും നിൽക്കരുത്. ആ എസ്റ്റിമേറ്റ് കിട്ടാത്തത് കാരണം ലക്ഷങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ക്വറീസ് ഉണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് വാങ്ങണം. ആ എസ്റ്റിമേറ്റ് വാങ്ങിയിട്ട് മാത്രമേ നമ്മൾ ഈ സിവിൽ വർക്കുകൾ ഏതെങ്കിലും ചെയ്യാവൂ. അത് LSGയുടെ തന്നെ വാങ്ങണം. പിന്നെ ഒരു 50,000-ന് താഴെയുള്ള എസ്റ്റിമേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ NHM എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരുടെ എസ്റ്റിമേറ്റ് വാങ്ങിച്ചാലും അത് മതിയാവും. അപ്പോൾ ഒരിക്കലും എസ്റ്റിമേറ്റ് ഇല്ലാതെ ചെയ്യരുത്. ക്ലർക്ക് ആണെങ്കിൽ വിചാരിക്കും സാർ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയും. നമ്മൾ ക്ലർക്കിനെ ആശ്രയിക്കും. നമ്മൾ അവിടെ നിന്ന് ആ സ്ഥാപനത്തിൽ ട്രാൻസ്ഫർ ആയി പോകും. പിന്നെ അവരാരും തന്നെ ഈ ഫയൽ നോക്കാൻ പോകുന്നില്ല. ഒരു ഓഫീസ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആരും ചെയ്തു തരത്തില്ല. നമ്മളെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ഡയറി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും സ്മാർട്ട് ഫോണാണ് കയ്യിലുള്ളത്. വലിയ ചെക്കുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഇമേജ് എടുക്കുക, റെസിപ്റ്റ് വാങ്ങുമ്പോഴും ഇമേജ് എടുക്കുക. അത് നമ്മുടെ ഒരു ഫോൾഡറിൽ വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എല്ലാ പർച്ചേസിനും എല്ലാ വർക്കിനും പഞ്ചായത്ത് കമ്മിറ്റി, HMC കമ്മിറ്റി അവിടെയൊക്കെ തീരുമാനമില്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് മെയിനായിട്ട് HMC കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലം ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ ഒരു CSCയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ HMCയിൽ അന്ന് ഗവൺമെന്റ് ഒരു ആംബുലൻസ് കൊടുത്തു. എല്ലാവർക്കല്ല, ആവശ്യപ്പെടുന്നവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആംബുലൻസ് ആവശ്യപ്പെടാമെന്നും അത് ആംബുലൻസ് എടുക്കാമെന്നും പറഞ്ഞ് HMCയിൽ ഒരു തീരുമാനം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ആംബുലൻസ് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല, നമുക്കിതിൻ്റെ നമ്മുടെ ഫണ്ട് ഇത്രയേ ഉള്ളൂ, അതിൻ്റെ മെയിൻ്റനൻസും ഇൻഷുറൻസും
ഡ്രൈവർ വേതനവും നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിനെ വേണ്ട എന്നുള്ള തീരുമാനം എടുപ്പിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ MLA വിളിച്ചു, അല്ല അന്ന് ഈവനിങ് തന്നെ MLA വിളിച്ചു. അതായത് HMC മെമ്പർമാർ വെളിയിൽ പോയിട്ട് ഇതിൻ്റെ എതിരായിട്ട് അവർ പ്രവർത്തിച്ചു. എല്ലാം MLA വിളിച്ച് പറഞ്ഞു, ആംബുലൻസ് എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സമുള്ളത്, നാളെ തന്നെ എമർജൻസി ആയിട്ട് HMC കൂടണം എന്ന് പറയും. MLA-യുടെ ഇതിൽ അടുത്ത 24 hours-നകത്ത് മീറ്റിംഗ് കൂടുകയും അതിൻ്റെ അകത്ത് അതിൽ എടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. അപ്പോൾ നിർദ്ദേശിച്ചു പറഞ്ഞു വെച്ചാൽ ഡ്രൈവറിൻ്റെ ശമ്പളവും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, ആംബുലൻസ് എടുക്കാമെന്ന്. പക്ഷെ ആംബുലൻസ് എടുത്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പല കമ്മിറ്റി തീരുമാനങ്ങളും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, കമ്മിറ്റി തീരുമാനങ്ങളും നമുക്കതിൽ വിയോജനക്കുറിപ്പുണ്ടെങ്കിൽ, നമുക്കത് പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിയോജനക്കുറിപ്പ് അതിൻ്റെ മിനിറ്റ്സിൽ എഴുതി വെക്കാം. ഓരോ HMC മീറ്റിംഗ് കഴിയുമ്പോഴും അതിൻ്റെ മിനിറ്റ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ HMC അന്നത്തെ മീറ്റിംഗിൽ തന്നെ അവതരിപ്പിക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും മിനിറ്റ്സിൽ ചെയർപേഴ്സൺ ഒപ്പിടുകയും മെമ്പർ സെക്രട്ടറി ഒപ്പിടുകയും ചെയ്തിട്ട് അത് പഞ്ചായത്ത് LSG-യുടെ കമ്മിറ്റിയിൽ അത് റാറ്റിഫൈ ചെയ്ത് വാങ്ങണം. അത് നമ്മൾ ആരും ചെയ്യാറില്ല. HMC ചുരുക്കമായ HMC തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയും അല്ലെങ്കിൽ ഏതാണോ LSG ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് ആ ഒരു തീരുമാനം റാറ്റിഫൈ ചെയ്ത് വാങ്ങണം. അതൊന്നും ചെയ്യാതെ ഈ ഡ്രൈവറിനെ എടുക്കാന്ന് MLA തരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ആംബുലൻസ് എടുക്കുകയും ചെയ്തു. ആംബുലൻസ് എടുത്ത് ഒരാഴ്ച ആയപ്പോൾ DHS എന്നൊരു പേപ്പർ വന്നു. ഇന്ന ആളിനെ ഇത്ര എഴുതിയുള്ളൂ, സെൻഡിങ് ദിസ് പേഴ്സൺ പേരൊക്കെ എഴുതിയിരുന്നു, ഡൂ ദി നീഡ്ഫുൾ എന്ന് പറഞ്ഞ് മെഡിക്കൽ ഓഫീസറിന് ഒരു കത്ത്. അപ്പോൾ DMO-നെ വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കണം, എന്ത് ചെയ്യണം? അത് അയാൾ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അപ്പോയിന്റ് ചെയ്തിട്ട് ജോയിനിങ് റിപ്പോർട്ട് മാത്രം ഇവിടെ നിന്ന് കൊടുത്തിരുന്നു. പക്ഷെ അപ്പോയിന്റ് ലെറ്റർ ആക്ച്വലി അതായത് ഏത് രീതിയിലാണ് വരേണ്ടത് അത് വന്നില്ല. അങ്ങനെ അപ്പോയിന്റ്മെന്റ് നടത്തുകയും പിന്നെ ഓരോ മാസവും സാലറി ഇല്ല, HMC ഫണ്ടിൽ നമ്മൾ ഇത് കൊടുത്തു, പെട്രോളിന് ഡീസലിന് കൊടുത്തു, ഇൻഷുറൻസ് ഘടിപ്പിച്ചു. പക്ഷെ അയാൾക്ക് സാലറി കൊടുക്കാൻ ഒരു ഫണ്ടിൽ നിന്നും ഇല്ലാതായി. അങ്ങനെ അയാളുടെ സാലറി 4 lakhs ആയി പെൻഡിങ്. പഞ്ചായത്ത് അത് ഏറ്റെടുത്തില്ല, DMO തലത്തിൽ അതൊന്നും പറഞ്ഞില്ല, MLA ഒന്നും പറഞ്ഞില്ല. 4 lakhs-ഓളം സാലറി എൻ്റെ മാത്രം ലയബിലിറ്റി ആയിട്ട് വന്നു. ആക്ച്വലി ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തന്നെ ഒരു കാരണം ഈ 1-2 ഇൻസിഡൻസ് പറയാനാണ്. എന്നിട്ട് ഈ 4 lakhs എന്നുമ്പോൾ ഞാൻ മാത്രം വീട്ടിലായി പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ പേഴ്സണൽ സ്വാധീനം ഉപയോഗിച്ച് ഇയാളെ DMO ഒന്നും ഹെൽപ്പ് ചെയ്തില്ല, DMO-യുടെ പേരൊന്നും പറയുന്നില്ല, DMO ഒട്ടും ഹെൽപ്പ് ചെയ്തില്ല. അയാളെ പിരിച്ചുവിടാനായിട്ട് നിർദ്ദേശം മാത്രം തരികയുണ്ടായി. അപ്പം സാലറി കൊടുക്കാൻ എങ്ങനെ പിരിച്ചുവിടാൻ പറ്റും എന്നിട്ട് അന്ന് വിജിലൻസിലുണ്ടായിരുന്ന DMO-യിലുണ്ടായിരുന്ന ഡോക്ടർ എൻ്റെ ക്ലാസ്മേറ്റാണ്. പുള്ളി പറഞ്ഞു, ഒരു ഐഡിയ പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയോട് ഈ ഡ്രൈവറോട് പറഞ്ഞു, എനിക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കേസിന് പോകാൻ പറഞ്ഞു. കേസിന് പോയി അയാൾക്ക് സാലറി, ആര് ജോലി ചെയ്താലും കോടതി അവർക്ക് സാലറി നിഷേധിക്കത്തില്ല, അത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് സ്പെഷ്യൽ ഓർഡർ വന്ന് അയാൾക്ക് അന്ന് സാലറി കൊടുക്കുകയുണ്ടായി. എൻ്റെ ബാധ്യത അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ ആ വാഹനം പിന്നെ 1-2 മാസം അവിടെ കിടക്കുകയുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് അത് കോവിഡിന് കുറച്ച് മുന്നേ ആയിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഒരു ആവശ്യത്തിന് ശബരിമല ഡ്യൂട്ടിക്ക് എന്തോ എടുത്തു. അത് കഴിഞ്ഞ് കോവിഡ് എടുത്തുകൊണ്ട് ആ വണ്ടി പ്രോപ്പറായിട്ട് ഗവൺമെന്റ് തിരിച്ചേൽപ്പിച്ചു. ഇത് എപ്പോഴും HMC-യിൽ വരുന്ന ഡ്രൈവർ, അതായത് MLA പറഞ്ഞു, ഇവർ പറഞ്ഞു നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. HMC-യിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. അതേപോലെ ഒരു ഇൻസിഡൻസ് കൂടെ എനിക്ക് പറയാനുണ്ട്. എനിക്കൊരു ക്ലർക്ക് ഉണ്ടായിരുന്നു. അയാൾ കോവിഡ് സമയത്ത് ഞാൻ കോവിഡ് നോഡൽ ഓഫീസറായിട്ട് ഏതാണ്ട് 10 മാസം പോവുകയും പല ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും ഇപ്പം സസ്പെൻഷനിലിരിക്കുന്ന ഒരു ക്ലർക്കാണ്. അയാളാണെങ്കിൽ ഒരു രേഖകളും ശരിയാക്കി വെച്ചില്ല. റിക്വസ്റ്റ് ഇല്ല, ഫണ്ട് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. അയാളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും. നമുക്ക് അന്ന് ബാങ്ക് ഇല്ലായിരുന്നു. കോവിഡ് സമയത്ത് ബാങ്ക് ഇല്ലാത്തത് കാരണം ബാങ്കിൽ റെമിറ്റൻസ് പ്രോപ്പറായിട്ട് നടന്നില്ല. ഇയാൾ കുറെ പൈസ കയ്യിൽ നിന്ന് ചെലവഴിച്ചു. എന്നിട്ട് ഞാൻ ഇയാളെ തരാൻ വേണ്ടി DMO ആവശ്യപ്പെട്ടിരുന്നു. 1 മാസത്തിനകത്ത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ ക്ലർക്കിന് 7 മാസം അയാളോട് തുടരുകയുണ്ടായി. 7 മാസം കഴിഞ്ഞ് അയാൾ മാറ്റി. പക്ഷെ അതില് ഈ ക്ലർക്ക് ശരിയല്ല എന്ന് ഞാൻ DMO-ക്ക് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ക്ലർക്ക് ശരിയല്ല എന്നുള്ളതും നമ്മുടെ ക്യാഷ് ബുക്കുകളൊന്നും കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ല എന്നും
DMOക്ക് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ HMCയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ HMCയിൽ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അയാളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പല ക്ലർക്കുമാരും പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ അയാളെ പ്രൊട്ടക്ട് ചെയ്തു. പക്ഷേ പ്രോബ്ലം വന്നപ്പോൾ അയാൾ പോവുകയും ചെയ്തു. ഏജ് ഓഡിറ്റ് വന്നപ്പോഴും വലിയൊരു തുക, അത് ലയബിലിറ്റിയായിട്ട് എഴുതിയില്ല, അതിൻ്റെ ഒരു വൗച്ചറും ഇല്ല, ഒന്നുമില്ല എന്ന് ഏജ് എഴുതിയിട്ടുള്ളത്. അത് വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുതിയ ക്ലർക്ക് വന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അയാളെ എഴുതാനായിട്ട് തുടങ്ങി. അതായത് എല്ലാ മാസവും നമ്മൾ ഒരു അബ്സ്ട്രാക്ട് എഴുതണം, റിക്കൺസിലേഷൻ എഴുതണം. അപ്പോൾ ഇയാളെ എന്ത് ചെയ്തു, എഴുതൂല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ 2 മാസം ഞാൻ ഫുൾ എടുത്ത് അവസാനം ഒരു 10,000 ഡിഫറൻസ് മാത്രമേ അതിൽ വന്നുള്ളൂ. അപ്പം അത് മെഡിക്കൽ ഓഫീസറിന് എപ്പോഴും ക്ലർക്കിൻ്റെ പണി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ക്ലർക്കിൻ്റെ പണി ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി നമുക്കായിരിക്കും വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ഓരോ ദിവസവും അടയ്ക്കുന്ന പണം, അത് റെമിറ്റ്, ബാങ്കിൽ റെമിറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് നോക്കുക. എല്ലാ ദിവസവും ക്യാഷ് ബുക്ക് നോക്കുക. അത് എൻ്റെ സീനിയേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സാറ്റർഡേ എങ്കിലും ഇരുന്ന് അന്നത്തെ കംപ്ലീറ്റ് വൗച്ചേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ വൗച്ചേഴ്സിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടോ നോക്കണം, അതിൻ്റെ റിക്വസ്റ്റ് ഉണ്ടോ, പിന്നെ വൗച്ചേഴ്സിൻ്റെ ബില്ല് ശരിയാണോ, അതിന് ക്യാൻസൽ ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക, വർക്ക് ആൻഡ് സാറ്റിസ്ഫാക്ടറി എന്തെങ്കിലും ഉണ്ട് അങ്ങനെ എടുക്കുക. അങ്ങനെ എഴുതി ഓരോ വൗച്ചേഴ്സും ക്ലോസ് ചെയ്ത് നമ്പർ ഇട്ട് വയ്ക്കുക. അത് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും വരാറില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ HMCയിൽ പറയേണ്ട വേറെ 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. HMC മീറ്റിംഗ് എല്ലാ 3 മാസത്തിലൊരിക്കൽ നമ്മൾ കൂടേണ്ടതാണ്. പിന്നെ അഡ്ഹോക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് കൂടാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ HMC മെമ്പേഴ്സ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന, അവർക്ക് അറിയിപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ ലേറ്റായി പോയി, ഞാൻ അറിഞ്ഞില്ല, ഫോൺ വന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും തന്നെ 7 ദിവസത്തിന് മുന്നേ തന്നെ HMCയുടെ മെമ്പേഴ്സിന് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കത്ത് തന്നെ കൊടുക്കും. അതിൻ്റെ അകത്ത് നമ്മൾ അജണ്ടയും നോട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കും. പിന്നെ ഓരോ HMC മീറ്റിങ്ങിന് മുന്നേയും നമ്മൾ അവിടെ പോയിരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ചെയർപേഴ്സണുമായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ HMC കൂടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ HMCയിലെ ക്ലർക്കിന് ഒരു അലവൻസ് ഉണ്ട്, 200 rupees, OAക്ക് 100 rupees ഉണ്ട്. പിന്നെ ഞാൻ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു, ബോണ്ട് 200 രൂപ പത്രത്തിൽ വെക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ HMC മീറ്റിങ്ങിന് പോകുമ്പോൾ വരവ് ചില കണക്കുകൾ കൊടുക്കണം. അതുവരെയുള്ള മുന്തിയ എപ്പോഴാണ് ലാസ്റ്റ് HMC കൂടിയത് അത് മുതൽ ഈ HMC വരെയുള്ള വരവ് ചില കണക്കുകൾ പ്രിന്റ് ചെയ്ത് തന്നെ കൊടുക്കണം. പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളിന് ഒരു സംശയമല്ല, അത് നമ്മളെ കുറിച്ച് ഒരു മോശം പറയാനായിട്ട് അവസരം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. ഇതാണ്. പിന്നെ അതുപോലെ തന്നെ 1000 രൂപയ്ക്ക് മേളിൽ വരുന്ന എല്ലാ പേയ്മെന്റും ക്യാഷായിട്ട്, ചെക്കായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ക്യാഷായിട്ട് കൊടുക്കുന്ന എല്ലാം തന്നെ കയ്യിൽ നിന്ന് കൊടുക്കരുത്, അതായത് ഡെയിലി കളക്ഷൻ കൊടുക്കരുത്. അഡ്വാൻസ് തുക വാങ്ങി, അഡ്വാൻസ് തുകയ്ക്കാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. ഇംപ്രസ്ഡ് മണി നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് മാത്രം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും അപ്പോയിൻമെന്റ് വരുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുക. ഓക്കെ. പിന്നെ HMCയിൽ NHMന് കൊടുക്കുന്ന പോലെ സ്റ്റാഫിന്റെ ലീവും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് മെയിനായിട്ട് ഇനി HMCയിൽ പറയാനുള്ളത്. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് ചിലവ് വന്നു കഴിഞ്ഞാലും രോഗി പരിചരണത്തിനുള്ള ചിലവുകൾക്ക് HMCയിൽ വലിയ ഒബ്ജക്ഷൻ, ഓഡിറ്റ് ഒന്നും കുറേ എഴുതാറില്ല. പക്ഷെ മറ്റു ചില ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ബ്യൂട്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് വേണ്ടിയോ മറ്റ് സ്റ്റാഫിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അത് സൂക്ഷിച്ച് വേണം HMC ഫണ്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ വേറെ 1-2 കാര്യം പറയുന്നത്, നമ്മുടെ എല്ലാ തിങ്കളാഴ്ച നമ്മൾ IDSP മീറ്റിംഗ് കൂടുന്നതാണ്. IDSP മീറ്റിംഗ് നമ്മുടെ ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ കൂടുക. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, ഓഫീസ് മാറ്റേഴ്സ് എല്ലാം തന്നെ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ റണ്ണിങ് കോൺട്രാക്റ്റിലിരിക്കുന്ന മെഷീൻസ് വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ പർച്ചേസ് നടത്തുമ്പോഴും, ഇപ്പോൾ മെഡിസിൻ വാങ്ങുന്നു,
നമുക്ക് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഇൻഹൗസ് ഡ്രഗ് ബാങ്ക് അല്ലെങ്കിൽ കാരുണ്യ അവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് കൊട്ടേഷനൊന്നും ഇല്ല സപ്ലൈ ചെയ്യാനായിട്ട് അധികാരമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അവരുടെ ജിയോസ് എന്തെങ്കിലും കാണും. ആ ജിയോസിന്റെ എല്ലാ ഫയലിലും ആ ജിയോസിന്റെ കോപ്പി ഓരോ പർച്ചേസിലും മെഡിസിൻ്റെ ആണെങ്കിൽ മെഡിസിൻ്റെ ഇടുക, എക്യുപ്മെന്റ്സ് ഇടുക. ഓഡിറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കഴിവതും കൊറീസ് വരാത്ത രീതിയിൽ നോക്കുക. പിന്നെ കൊറീസ് വരികയാണെങ്കിൽ അന്നേരം തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ അഥവാ കൊറീസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പേടിച്ചോടേണ്ട കാര്യമില്ല, അതിനും നമുക്ക് വഴികളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ HMC ഫണ്ടുകളിൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഈ ഇടയ്ക്ക് എഴുതിയ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. അതിൻ്റെ ബാങ്ക് പാസ്ബുക്ക് നോക്കുമ്പോൾ അതിൻ്റെ അത് ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് വരാത്തത് അതൊരു കുറേയായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് വരാത്തതിന് ഒരു കാരണമുണ്ട്. 2021 മുതൽ HMC അക്കൗണ്ടുകളെല്ലാം തന്നെ കറണ്ട് അക്കൗണ്ടായിട്ട് മാറ്റാനായിട്ട് RBIയുടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ആ ഡയറക്ഷൻ ഉള്ളത് കാരണം നമ്മളെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് മാറ്റേണ്ടത്. കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ എല്ലാ മാസവും HMC അക്കൗണ്ടിൽ ഒരു അബ്സ്ട്രാക്ട് എഴുതണം, റിക്കൺസിലേഷൻ എഴുതണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ലോഗ് ബുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കണം, മൈലേജ് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ആളുടെ ആധാർ നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ബില്ലുകൾ വാങ്ങുമ്പോൾ GST ബില്ലുകൾ തന്നെ വാങ്ങും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. നമുക്കൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഒരു ലയബിലിറ്റി എഴുതി വെച്ച് നോക്കിയാൽ അത് HMCയിലാവാം, ഏതിൽ വേണമെങ്കിലാവാം. പക്ഷെ നമ്മൾ ആ ഓഫീസിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും അവിടെ ഓഡിറ്റ് നടക്കുന്നത്. ഓഡിറ്റ് നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ, ഒരു 2 lakhs ഒരു ലയബിലിറ്റി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലർക്കിനെ വിളിക്കും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ആ പോട്ടെ എന്ന് പറഞ്ഞ് വിടാറുമുണ്ട്. എനിക്കറിയുന്ന പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ആയതിനു ശേഷം ഒരു ലയബിലിറ്റി എഴുതി വിടുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ പോകണം. ആ പഴയ സ്ഥാപനത്തിൽ പോയി ആ ഓഡിറ്റ് കൊറിയേഴ്സിൻ്റെ കൂടെ നമ്മൾ അന്നത്തെ ക്യാഷ് ബുക്കും അന്നത്തെ ഫയലെല്ലാം എടുത്ത് നോക്കണം. എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. 2000 ഹലോ, കേൾക്കാവോ? അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അത് അവരെടുത്ത് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കാണത്തില്ല. അല്ലെങ്കിൽ ഒരു ബില്ല് മിസ്സിംഗ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു പർച്ചേസ് ആണെങ്കിൽ, ഒരു മെഡിസിൻ പർച്ചേസ് ആണെങ്കിൽ അവിടെ നിന്ന് ആ ബില്ല് തിരിച്ച് ഒരു കോപ്പി എടുക്കാന്നുള്ളതേ ഉള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് ക്ലർക്കുമാരും സഹായിക്കത്തില്ല. നമ്മൾ പോകുമ്പോഴായിരിക്കും 1 ലക്ഷത്തിന് നിസ്സാരമായിട്ട് തീർക്കാന്നുള്ള, അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ലയബിലിറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. അത് പല ബില്ലുകൾ വാങ്ങാൻ പറ്റും, പല എസ്റ്റിമേറ്റ് കമ്മിറ്റി തീരുമാനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ചെറിയ കൊറീസിന് നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് പോയി ഡീൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പല വലിയ എമൗണ്ടുകളുള്ള പർച്ചേസിനെല്ലാം തന്നെ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഫയലിൽ ഇട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയാണ് എനിക്ക് HMC കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് 4 കൊറീസ് ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ജോളി സന്തോഷം പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ സാറേ. അപ്പൊ ഡോക്ടർ ജോളിയുടെ ഒരു കൊറി ഉണ്ടായിരുന്നു. കൺസൾട്ടന്റ് ENT സർജനാണ്, GH കാഞ്ഞിരപ്പള്ളി. അതില് മാഡത്തിന് ഒരു ബേസിക് പേ 1,63,400 രൂപയാണ്. പിന്നെ സെവറൽ സ്റ്റാഗ്നേഷൻ വന്നിട്ട് ഇരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു മാഡം റിട്ടയർമെന്റ് ഇതിലായിരിക്കണം. അപ്പം ഈ സ്റ്റാഗ്നേഷൻ്റെ എമൗണ്ട് ഇതെല്ലാം തന്നെ പെൻഷൻ കണക്കാക്കുന്നതിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം. DA കണക്കാക്കിയ എല്ലാ എമൗണ്ടും ബേസിക് പെൻഷൻ കാൽക്കുലേഷനിൽ എടുക്കുമോ എന്നാണ് മാഡത്തിൻ്റെ ചോദ്യം. അതിൽ 2021 പേ റിവിഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിനിമം പെൻഷൻ 16,500, മാക്സിമം പെൻഷൻ 83,400 രൂപയാണ്. അപ്പം നമുക്ക് എത്ര ഇൻക്രിമെന്റ് ഉണ്ടെങ്കിലും
അതിൽ 83,400 കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തുള്ള ബാക്കി ഫുൾ സർവീസ് നോക്കും, പിന്നെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ രണ്ടാമതൊരു ചോദ്യം, ഡോക്ടർ ഷിമ്മി മുകുന്ദൻ, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ്. ഡോക്ടർ ഷിമ്മി മുണ്ടൻകുന്ന് കോട്ടയത്ത് വർക്ക് ചെയ്യാണ്. ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ് 22/5/2012 പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2014. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ 12/5/2018 മുതൽ 13/5/2021 വരെ 3 വർഷം PG പോയിട്ടുണ്ട്. ആ സമയത്ത് ലീവ് വിത്തൗട്ട് അലവൻസ് ആയിരുന്നു. പക്ഷെ ലീവ് വിത്തൗട്ട് അലവൻസ് സാങ്ഷൻ ചെയ്തിട്ടില്ല. റീജോയിൻ ചെയ്തിരിക്കുന്നത് 17/5/2021. അപ്പം മാഡത്തിന്റെ ക്വസ്റ്റ്യൻ, ഇവര് ഈ ഹയർ ഗ്രേഡിന് എലിജിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് പരിശോധിക്കുമ്പോൾ 8 വർഷത്തെ സർവീസ് ആണെങ്കിൽ 21/5/2020 വരെ അവർ വർക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് തന്നെ അവർ PG പോയി. പക്ഷെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് റീജോയിൻ ചെയ്യുമ്പോഴും 3 ദിവസം കഴിഞ്ഞിട്ടാണ് റീജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സർവീസിൽ ഒരു ബ്രേക്ക് ഉണ്ട്. മാത്രമല്ല ഈ ലീവ് വിത്തൗട്ട് അലവൻസിൽ പോയിരിക്കുന്നത് സാങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അൺഓതറൈസ്ഡ് ആബ്സെൻസിലേ വരുള്ളൂ. അപ്പം ഹയർ ഗ്രേഡ് കിട്ടുന്ന ഇരിക്കട്ടെ, അതിന് മുന്നേ സർവീസ് റെഗുലറൈസ് ചെയ്യണം. ഇതിലുള്ള ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. അതിന് റെഗുലറൈസ് ചെയ്താൽ മാത്രമേ ഹയർ ഗ്രേഡിൽ അർഹതയുള്ളൂ. പിന്നെ ഒരു PSC ഇടത്തലയിൽ ഒരു മരം മുറിക്കുന്ന സംബന്ധപ്പെട്ട ഒരു കൊറി ഉണ്ട്. അതായത് അവിടെ ഒരു മട്ടി മരം അത് മുറിക്കാനായിട്ട് ഫോറസ്റ്റ് ചെയ്യുന്നവർ ഒരു വില നിർണയിച്ച് തന്നിട്ടുണ്ട്, 19,900 രൂപ. അതിന് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ആ വിലയിൽ ലേലം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ലേലം ചെയ്യുമ്പോൾ ചിലപ്പം ഇത്ര എമൗണ്ട് ലേലം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വില പുനർനിർണയം ചെയ്ത് കൊടുക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിനെ മരം മുറിക്കാനായിട്ട് HMC ഫണ്ട് എടുക്കാമോ, എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ഇത് പുനർലേലം ചെയ്യാനായിട്ട് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും വാല്യുവേഷൻ തരത്തില്ല, നമ്മൾ വീണ്ടും ലേലം ചെയ്യാം. ആദ്യം 14 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ലേലം വരുന്നത്. രണ്ടാമത്തെ 3ാമത്തെ ലേലം 7 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയും. പുനർലേലം ചെയ്തിട്ട് 3ാമത്തെ ലേലത്തിൽ ആള് വന്നില്ലെങ്കിൽ അത് LSDയുടെ തീരുമാനം അനുസരിച്ച് മരം മുറിക്കാം. മരം മുറിച്ചിട്ട് അതിന് LSDനെ തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ മരം മുറിക്കാനുള്ള എമൗണ്ട് HMCന്ന് എടുക്കാൻ കഴിയും. സാറേ, ഡൗട്ട് ചോദിച്ച ആള് ഞാൻ തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പൊ ഇപ്പൊ ഞാൻ LSDD ആയിട്ട് സംസാരിച്ചു. അപ്പം സെക്രട്ടറി അവിടെ നിന്ന് ലേലം ചെയ്ത് അവര് കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അപകടകരമായിട്ട് നിൽക്കുന്ന മരമാണോ? ഒരെണ്ണത്തിന് വലിയ കുഴപ്പമില്ല. അവര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു അവരവിടെ നിന്ന് തന്നെ ലേലം ചെയ്ത് കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ലേലത്തിലോട്ട് പോയില്ല. അപ്പൊ അതിലും പ്രശ്നമില്ലല്ലോ, നമ്മൾ കൊടുത്ത ലെറ്റർ. അതിനകത്ത് പറയുന്നുണ്ട് മാഡം, അതായത് പ്രത്യേക സാഹചര്യത്തിൽ LSDയുടെ തീരുമാനത്തിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കുക. മെഡിക്കൽ ഓഫീസറിന് HMC ഫണ്ടിൽ HMC ഫണ്ട് കൊടുക്കുന്നതിൽ ഒരു തീരുമാനം എടുക്കുകയും HMC ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത് മാത്രമേ നമ്മുടെ റോളാവും. തീരുമാനങ്ങളെല്ലാം LSDയുടെ ആയിക്കോട്ടെ. സാറേ, അവരെ ആദ്യം HMC ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ കൊറി വിട്ടത്. പക്ഷെ ഓക്കെ, അപ്പം അവര് തന്നെ ടേക്ക് ഓവർ ചെയ്തോളാന്ന് പറഞ്ഞു. HMC എടുക്കണ്ട, അവര് എടുത്തോളാന്ന് പറഞ്ഞു. അതിനും കുഴപ്പമില്ലല്ലോ നമുക്ക്? ഇല്ല, HMC എടുക്കാവോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഇത് എടുക്കാവോന്ന് അറിയാൻ മേലാത്ത കാരണമാണ്. ഓക്കെ. ഒരു കുറയും കൂടി ഉണ്ട് സാർ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ഈ 19,000 വിത്ത് GST വരുമ്പോ അത് 23ന്റെ അടുത്താ വരുന്നത്. അപ്പം ആ എമൗണ്ട് പിന്നെ രണ്ടാമത്തെ ലേലം കഴിഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഇതിന് എന്തോ വിറക് വിലയ്ക്കോ അങ്ങനെ എന്തോ കിട്ടുന്ന എമൗണ്ടിന് കൊടുക്കാം എന്നൊരു ഇങ്ങനെ കിട്ടിയായിരുന്നു. അതെ. അപ്പൊ അത് ഏതാണെന്ന് എനിക്ക് അറിയില്ല. അത് വുഡ് ഇതൊക്കെ ഫർണിച്ചറൊക്കെ ചെയ്യാൻ പറ്റുന്ന മരമാണോ? പൊങ്ങല്ലി എന്ന് പറയും. നമ്മൾ ഈ പുഴുവൊക്കെ വരുന്ന ഒരു മരമില്ലേ, ഒരു ആ സംഭവം. അത് എടുക്കാൻ വേണ്ട. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അവര് തീരുമാനിക്കും. ഗ്രാമപഞ്ചായത്ത് അല്ലേ? അതെ. അത് അങ്ങനെ ചെയ്യാൻ വേണ്ട. അവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. അവരുടെ തീരുമാനം ചെയ്യാം.
അതിന് നമുക്ക് തീരുമാനം തരണോ? കമ്മിറ്റി തീരുമാനമായിട്ട് അവർ തരണോ? അല്ല, അവർ അത് വാങ്ങിച്ച് ഇട്ടേക്കണം. കമ്മിറ്റി തീരുമാനം വാങ്ങി നമ്മുടെ ഫയലിൽ ഇട്ടേക്കണം. ഓക്കെ. ഒരു കുറയും കൂടെ ഉണ്ട്. റീസെന്റ് ഒരു റിട്ടയർ ചെയ്ത ഒരു മെഡിക്കൽ ഓഫീസറിന് റീസെന്റ് ഓഡിറ്റിൽ 60,000 രൂപ ഒബ്ജക്ഷൻ ഉണ്ട്. ഓഡിറ്റ് ലയബിലിറ്റി ഉണ്ട്. അവർക്ക് NLC കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് NLC കൊടുക്കാൻ കഴിയില്ല, ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരുടെ ബോണ്ട് അതിൽ അത് കാണിക്കണം. അതായത് ഈ ഇപ്പോൾ 60,000 ഉണ്ടെങ്കിൽ 60,000 DCRG കട്ട് ചെയ്തിട്ട് കൊടുത്തോളൂ അവർ. അല്ലെങ്കിൽ നമ്മൾ ബോണ്ടിൽ കാണിക്കണം. അതായത് വീണ്ടും ഏതെങ്കിലും ലയബിലിറ്റി വരികയാണെങ്കിൽ അത് അവർ സെൽഫായിട്ട് അത് മാനേജ് ചെയ്ത് കൊള്ളാം എന്നുള്ള ബോണ്ട് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ 60,000 ഇവർ അടച്ചിട്ട് ആ റെസിപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണോ അടയ്ക്കേണ്ടത് ആ സ്ഥലത്ത് അടച്ചിട്ട് റെസിപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് NLC കൊടുക്കാൻ കഴിയും. സാർ, ഞാൻ ഡോക്ടർ ഷിമിയാണേ. ഞാൻ നേരത്തെ ക്വയറി ചോദിച്ചതിൻ്റെ അകത്ത്. സാർ, അപ്പൊ അതിനകത്ത് നമ്മൾ സർവീസ് മറ്റേ PG കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യേണ്ട സമയം 13th പക്ഷെ DHSന്റെ ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു കയറാൻ പറ്റാത്തത്. അപ്പം അത് നമ്മൾ ഈ തിരിച്ച് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള ആ കാലാവധിയാണ് ഈ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഈ 5 days എന്ന് പറഞ്ഞവർ റെഗുലറൈസ് ചെയ്ത് DHS അവർ ഡ്യൂട്ടി ആക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഓർഡർ അടിച്ചു തന്നത്. എന്റെ കൂടെ തിരിച്ചു കയറിയ കുറച്ച് പേർക്കൊക്കെ ഇത് ഡ്യൂട്ടി ആയിട്ട് അവർ പരിഗണിച്ച് ഓർഡർ ആക്കി കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ ഇത് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 5 daysന്റെ റെഗുലർ ഡ്യൂട്ടി ആയിട്ടും പരിഗണിച്ചിട്ടില്ല, ഒന്നും ഗവൺമെന്റ് ചെയ്യാത്തത് കൊണ്ട് LWM സാങ്ഷൻ ആക്കാതെ പെൻഡിങ് ആക്കി വെച്ചിരിക്കുക. 2021 മുതൽ 24 ഇപ്പൊ ഈ 3 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ്. സ്റ്റേറ്റ് സർവീസ് സെല്ലിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ മറ്റേ സുരേഷ് സാറൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ വെച്ചായിരുന്നു. അപ്പൊ ഇത് ഫിനാൻസുകാരാണ് മുടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത്. അത് റെഗുലറൈസ് ചെയ്താലേ ബാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഡോക്ടർ സന്തോഷ് വിൽ ഹെൽപ്പ്. അല്ലേ സന്തോഷ്? അത് ഫോളോ അപ്പ് ചെയ്യാൻ സാറേ. ഓക്കെ. പിന്നെ ഒരു കോറി ഇപ്പൊ ലാസ്റ്റിൽ വന്നു, അതിന് എനിക്ക് ആൻസർ അറിയത്തില്ല. ഡോക്ടർ റോസ്ന. അപ്പൊ സന്തോഷം അത് പിന്നെ റെഫർ ചെയ്താൽ മതി. ശരി സാർ, അത് അന്വേഷിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും HMC കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാം. സാർ സംശയം ചോദിച്ചോട്ടെ? HMC റിലേറ്റഡ് ആണെങ്കിൽ ഓക്കെ. അതെ, HMC റിലേറ്റഡ്. ഞാൻ ഡോക്ടർ അബ്ബാസ്, CSC കടമ്പഴിപ്പുറം, അതായത് പാലക്കാട് ജില്ലയിലാണ്. സാർ, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ. സാർ 50% പറഞ്ഞു HMCയുടെ വരുമാനത്തിന്റെ സാലറി ഇനത്തിൽ 50%. അത് 60% അല്ലേ റീസെന്റ്? അല്ല, റീസെന്റ് ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. 60 പറയുന്നുണ്ട്. സംശയമുണ്ട് സാർ. ഒരു സർക്കുലർ കണ്ടിരുന്നു 60%. പിന്നെ ഇൻഡിവിജ്വലി മെഡിക്കൽ കോളേജുകളൊക്കെ പ്രത്യേക അനുമതി വാങ്ങി 70, 75 ഒക്കെ ഉണ്ട്. പക്ഷെ ഈ 50 എന്നുള്ളത് 60 ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാം. അതില് പക്ഷെ അവര് ഓർഡർ ഞാൻ കണ്ടില്ല. ഞാൻ ഓർഡർ ഉണ്ടെന്ന് പറയുന്നതാണ്. സാർ, അതിനൊരു ഓർഡർ ഉണ്ട് സാർ. ലെറ്റർ എന്താ ഒരു സർക്കുലർ പോലെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇരിട്ടി താലൂക്ക് ആശുപത്രിക്ക് കിട്ടിയ ഒരു കത്താണ്. അല്ല, അത് 70 ഒക്കെ അല്ലേ സാർ? അത് ഇൻഡിവിജ്വൽ. ഇത് ഈ 60 എന്നുള്ളതൊരു ഇത് സർക്കുലർ പോലെ കണ്ട പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആ ഒരു സംശയമാണ് ചോദിക്കാൻ വിചാരിച്ചത്. പിന്നെ സാർ, ഒരു ക്ലാരിഫിക്കേഷൻ ഇത് വരാത്തത്. സാർ, അതിൻ്റെ അകത്ത് ഒരു വിഷയമുള്ള ഇപ്പം പല HMCയിൽ ഒരു പ്രശ്നം വന്നറിയാം. കോവിഡ് വന്നപ്പോൾ ഈ സ്റ്റാഫുകളെല്ലാം തുടരുകയും HMCയിൽ വരുമാനം ഓൾമോസ്റ്റ് ഒരു 90% കുറയുകയും ചെയ്തു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അന്നേരം HMCക്ക് പിന്നെ NHM ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അപ്പം ഇതുപോലെ നമ്മളെപ്പോഴും ഒരു ഓർഡറിൽ 50% ഞാൻ കണ്ടോളൂ. അതിന് 60 ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് കഴിവത് അതിൻ്റെ അകത്ത് നിൽക്കുന്നതായിരിക്കും. നമ്മുടെ സേഫ്റ്റി നോക്കി അതിനെ തന്നെ നിൽക്കുക. ഓക്കെ സാർ. സാർ, വേറെ ഒന്ന്, ആംബുലൻസിന്റെ ഈ പിന്നെ നമ്മുടെ ഡ്രൈവർ, സർവീസിലെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആംബുലൻസിന് എത്ര, ഒരു 5000 പിന്നെ ഒരു വാടകയുടെ കാര്യം അത് ക്ലിയർ ആയില്ല സാർ. അതൊന്നും കൂടെ പറയോ?
അതായത് നമുക്ക് വാഹനം നമ്മുടെ കയ്യിൽ ഉണ്ട്, അല്ല ഡ്രൈവർ നമുക്ക് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർ ഉണ്ട്. പക്ഷെ വാഹനം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അന്നേരം 3000 ഡ്രൈവർ നമ്മൾ അപ്പോയിന്റ് ആണെങ്കിൽ 300 rupees സർക്കാരിന് കൊടുക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാ സാർ അത് ട്രഷറിയിൽ അടക്കുക? എങ്ങനെയാണ് അതിന്റെ? അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ഉണ്ടോ? ആംബുലൻസ് ഞങ്ങൾക്ക് MLA ഫണ്ട് വഴി കിട്ടിയതാണ്. സർക്കാർ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ഉണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? ആംബുലൻസുകൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവറെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ വർഷാവർഷം 3000 രൂപയും ഇല്ലാത്ത പക്ഷം 500 രൂപയും HMC വാടക ഇനത്തിൽ സർക്കാരിലേക്ക് കൊടുക്കേണ്ടതാണ്. ട്രഷറിയിൽ കൊടുക്കണം. പെർ മന്ത് ആണോ സാർ? ഇയർ വർഷം, ഒരു വർഷത്തേക്കാണ്. ആ ട്രഷറിയിൽ ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് മനസ്സിലാക്കി വേണം അത് കൊടുക്കാൻ. അത് ഓക്കെ സാർ. സാർ വേറെ ഒന്നും കൂടെ ചോദിച്ചോട്ടെ? പർച്ചേസിന്റെ കാര്യത്തിലേ ഈ നമ്മൾ ഈ ആഡ്കോ പോലെയുള്ള സിഡ്കോ പോലെയുള്ള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിലേക്ക് ഈ ഫർണിഷിങ് അതുപോലെ ചെയ്യുമ്പോ, ഇന്റീരിയർ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ LSCയുടെ പിന്നെ ഇത് നിർബന്ധമുണ്ടോ? LSCD പിന്നെ എഞ്ചിനീയർ AEയുടെ എസ്റ്റിമേറ്റ് അത് വേണം അല്ലെ? എസ്റ്റിമേറ്റ് ഇല്ലാത്ത ഒരു, അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. നമ്മളത് എമർജൻസി ആയിട്ട് ചെയ്യും. ഗവൺമെന്റ് ഒരു അംഗീകൃതം അല്ല, ഗവൺമെന്റ് ഓർഡർ ഉണ്ടെന്നൊക്കെ അവർ പറയും. ആണെങ്കിലും എസ്റ്റിമേറ്റ് ഇല്ലാതെ കമ്മിറ്റി തീരുമാനമായി രണ്ടും ഇല്ലാതെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഈ എസ്റ്റിമേറ്റ് വാങ്ങി നമ്മൾ ആ എസ്റ്റിമേറ്റ് ഉൾക്കൊള്ളിച്ച് ആഡ്കോക്കാർ വർക്ക് ചെയ്താൽ അതിന്റെ വാലിഡേഷൻ അവര് തന്നെ ചെയ്യണം എന്നുണ്ടോ? അതോ അംഗീകൃത ഏജൻസി എന്നുള്ള നിലക്ക് ആഡ്കോ ഒക്കെ അത് ചെയ്താൽ മതിയോ? ആഡ്കോ തന്നെ ചെയ്താൽ മതിയോ? ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റിമേറ്റ് തരുന്ന ആള് വേണം അതിന്റെ വാലിഡേഷൻ ഇതും കൂടെ ചെയ്യാൻ. അതെ. പക്ഷെ അവര് തരില്ല എന്ന് പറഞ്ഞു. അത് ആഡ്കോ ആയതുകൊണ്ട് അവര് തരില്ല, അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു. അല്ല, ഡോക്ടർ പേരെന്താ? അബ്ബാസ്, ഡോക്ടർ അബ്ബാസ്. വളരെ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ റെലവന്റ് പോയിന്റ് ആണ്. വളരെ വിട്ടില്ലാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എസ്റ്റിമേറ്റ് വാങ്ങണം, എഞ്ചിനീയറിന്റെ അല്ലെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് വാങ്ങിച്ചു. പക്ഷെ അതിന്റെ വാലിഡേഷൻ ആഡ്കോ ആയതുകൊണ്ട് ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവര് തന്നില്ല. ഹലോ സാർ. ഞാന് പിന്നെ എന്താ വെച്ചാൽ അവരുടെ തന്നെ പിന്നെ ആഡ്കോയുടെ തന്നെ എഞ്ചിനീയറുടെ ഒരു ഇത് വാങ്ങി വെച്ചു അവസാനം. കാരണം അത് ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചതാണ് അത്. കാരണം ഇവര് തരാത്തത് കൊണ്ട് അവരെന്തായാലും തരണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ചു വെച്ചു. അപ്പൊ അത് മതിയല്ലോ അല്ലേ സാർ? ഡോക്ടർ അബ്ബാസ്, അതിൽ തന്നെ ഈ വർക്ക് ചെയ്യാനായിട്ട് കൊട്ടേഷൻ ഒന്നും കൊടുക്കാതെ ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ള സർക്കുലർ വല്ലവരുടെ ഉണ്ടോ? ജിയോ വല്ലതും ഉണ്ടോ? ഉണ്ട്, അവരുടെ ഇതിലുണ്ട്. അവർ സർക്കുലർ ഒക്കെ നമ്മൾ ഫയലിൽ വെച്ചിട്ടുണ്ട്. ജിയോയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ ജിയോയ്ക്കകത്ത് ഈ പറയുന്നത് 2024 വരെ വാലിഡ് ആണെന്ന് നോക്കണം. അപ്പൊ ചിലപ്പോൾ 2021 വരെ ഫിനിഷ് ചെയ്ത് കാണും, പിന്നെ അത് പുതുക്കി കാണത്തില്ല. അങ്ങനെ ഉണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ സാർ. ശരി സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? സാർ പറഞ്ഞ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഹലോ. സാറ് വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. സാറ് തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്മുടെ പഞ്ചായത്തില്, കോഴിക്കോട് നിന്നാണ് ഞാൻ, സജ്ജന. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ അധ്യാപക കൂട്ടായ്മ ഒരു ആംബുലൻസ് കോവിഡിന്റെ സമയത്ത് പിന്നെ പഞ്ചായത്തിലേക്ക് സ്പോൺസർ ചെയ്തു. അപ്പൊ പഞ്ചായത്ത് ആ കോവിഡിന്റെ സമയം കഴിഞ്ഞപ്പം ആശുപത്രിക്ക് കൈമാറാൻ തീരുമാനിച്ചു. മെഡിക്കൽ ഓഫീസറുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമുക്ക് പറ്റില്ല, DHSന്റെ പേരിലാക്കണം എന്ന്. അപ്പൊ DHSന്റെ പേരിലായ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന് പോകാലോ, കേരളത്തിൽ എവിടെ? അപ്പൊ പിന്നെ അവരത് സെക്രട്ടറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. പിന്നീട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വന്നപ്പോൾ അവർ ഒരു ഒബ്ജക്ഷൻ എഴുതി വെച്ചു, പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിട്ടും നമ്മൾ പാലിയേറ്റീവ് കെയറിന് പുറത്തുനിന്ന് വാഹനം പെർ ഡേ ദിവസ വരുമാനത്തിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ്, നമുക്ക് കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷെ സാറേ, ഞാൻ ചോദിക്കുന്നത് പാലിയേറ്റീവിന്റെ ഈ നമ്മുടെ സ്റ്റാഫ് പോകുന്നതിന് ഒന്നാമതായിട്ട് ഈ ആംബുലൻസ് എന്നുള്ള വാഹനം ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാൻ അല്ലാണ്ട് സ്റ്റാഫിന് യാത്രക്ക് മാത്രമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യം. പിന്നെ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ പുറമെ വേറെ ഓട്ടത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റൂലല്ലോ വണ്ടി. അതിപ്പോ മാഡം
വാഹനം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടുണ്ടോ? വാഹനം ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടില്ല, ഒന്നാമത് കാര്യം. പിന്നെ ഈ ഒരു ഒബ്ജക്ഷൻ വന്നതിന് ശേഷം അവര് പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അതിന് വേണ്ടി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ അവര് പറയുന്നത് HMCന്ന് അതിന്റെ പിന്നെ അറ്റകുറ്റപ്പണിക്കും മെയിൻ്റനൻസ് ഇൻഷുറൻസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം, പിന്നെ ഡ്രൈവറെ വേതനവും അത് സംഭവങ്ങളൊക്കെ അവർ പ്രോജക്റ്റിൽ വെക്കാന്ന്. അപ്പൊ അതും നമുക്ക് ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ സെക്രട്ടറിന്റെ പേരിൽ ഒരു വാഹനത്തിന് നമുക്ക് HMCന്ന് പൈസ എടുക്കാൻ പറ്റുമോ? അത് DHSന്റെ പേരിൽ മാറ്റണം. അത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസറിന്റെ അഡ്വൈസ് ചോദിക്കാം. കാര്യം DMOയ്ക്ക് അത് എഴുതണം. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് അല്ലെ, നമ്മുടെ ലെവലിൽ ഡീൽ ചെയ്യാൻ നിൽക്കും. DMO തലത്തില് ഈ ഓഡിറ്റ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരാണ് ഇന്ന് കുറി എഴുതുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് DMOയ്ക്ക് ഇങ്ങനെ ഒരു അനോമലി ഉണ്ടെന്നും അതിൽ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു നിർദ്ദേശം ചോദിച്ചാൽ മതി. ഓക്കെ സർ. നിർദ്ദേശം ചോദിക്കുമ്പോൾ ബാക്കി അവരൊരു ഓർഡർ എന്തെങ്കിലും തരും, അതിന് നമുക്ക് LSGയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ സർ. പിന്നെ ഇതോ സർ, നമുക്ക് ആംബുലൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത വാഹനം സ്റ്റാഫിന്റെ ഓട്ടത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? സത്യത്തിൽ എന്ത് ഓട്ടത്തിന്? അല്ല സർ, പാലിയേറ്റീവിന്റെ പിന്നെ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ സ്റ്റാഫ് അല്ലേ പോകുന്നത്, നമ്മൾ പിന്നെ രോഗികളെ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പൊ ഇത്രയും സൗകര്യമുള്ള ഓക്സിജൻ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ആംബുലൻസ് പിന്നെ നമ്മുടെ സ്റ്റാഫിന് യാത്ര ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ രീതിയിൽ ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റുമോ പാലിയേറ്റീവിന്റെ നമ്മുടെ ദൈനംദിന ഈ ഹോം കെയർ എന്നുള്ള ഇതിന്? അല്ലല്ല, ഈ ആംബുലൻസ് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ? രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആണല്ലോ സാർ, ആംബുലൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു വാഹനമാണല്ലോ. പിന്നെ അങ്ങനെയല്ല ചോദിച്ചത്, രോഗികൾക്ക് അതായത് ഈ ജനറൽ സർവീസിന് വേണ്ടിയാണോ അതോ പാലിയേറ്റീവിന് വേണ്ടി അസൈൻ ചെയ്ത ആംബുലൻസ് ആണോ? പാലിയേറ്റീവിന് വേണ്ടി അസൈൻ ചെയ്തതല്ല സാറേ. ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ വന്നപ്പോ അവര് പാലിയേറ്റീവിന് വേണ്ടി സെക്രട്ടറിക്ക് ഇപ്പൊ ഒരു ഒബ്ജക്ഷൻ ആയി കിടക്കുമല്ലോ. അത് അറ്റ് പ്രസന്റ് ആ ഒരു പഞ്ചായത്ത് സെക്രട്ടറിന്റെ അണ്ടറിൽ ഫീൽഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് പൈസ മേടിച്ചിട്ട് പിന്നെ പേഷ്യന്റ് ഷിഫ്റ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായി. അതായത് പേഷ്യന്റ് കെയറിന് വേണ്ടി സ്റ്റാഫിനെ ആണെങ്കിലും വിടുകയാണെങ്കിലും അത് ആംബുലൻസ് വിടാൻ കഴിയില്ല. അതിന് പ്രത്യേകം പാലിയേറ്റീവ് കെയറിന് വേറെ വാഹനമുണ്ട്, ആംബുലൻസ് അല്ല. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ സത്യത്തിൽ. ഇല്ല, പറ്റില്ല. അപ്പൊ അത് അവര് തരുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എഴുതാൻ പറ്റും. അതായത് ആംബുലൻസ് ആയതുകൊണ്ട് നമുക്ക് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഈ നമ്മുടെ സ്റ്റാഫിന്റെ പിന്നെ യാത്രക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അല്ലേ? അതന്നെ മാഡം, അതിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് പോലെ കിടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, DMOയുടെ നിർദ്ദേശം വേണമെന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഡയറക്ഷൻ കിട്ടും. അതായിരിക്കും നമ്മൾ എപ്പോഴും താങ്ക് യു സർ. അല്ല, ആക്ച്വലി ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് 2020 തുടങ്ങാനായിട്ട് വന്നു. പിന്നെ ഞാൻ ആ സമയത്ത് 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ഫണ്ട് സാങ്ഷനായി. ഞാൻ കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് വന്നതെല്ലാം കോവിഡിന്റെ രൂക്ഷമായ പീരീഡിലാണ്. അപ്പൊ 2 ഇയേഴ്സ് അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഈ മെഷീൻസ് എല്ലാം അവിടെ ഇരിക്കുന്നു, 3 കൊല്ലമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നു. മാത്രമല്ല ഭാഗ്യത്തിന് എനിക്ക് ആ സമയത്ത് അവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടുതൽ ഫണ്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 1 crore നമ്മൾ KMSL കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടെ ബിൽഡിംഗ് വന്നത്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇത് വേറെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ DMOനെയും DPMനെയും നേരിട്ട് കണ്ട് ലെറ്റർ കൊടുത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുത്തി. പക്ഷെ അവർ വന്നുകൊണ്ടുള്ള എന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരികയും അവര് റെക്കമെൻഡ് ചെയ്തു എവിടെ കൊടുക്കാറുണ്ട്. അങ്ങനെ റെക്കമെൻഡ് ചെയ്തപ്പോൾ കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്ത് അവിടുത്തെ ഹൈ കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടി കോർപ്പറേഷൻ തീരുമാനം എടുത്തു. കാര്യം വെച്ചാൽ ഇത് വേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ശ്രമം എടുത്തു. പക്ഷെ അതിന്റെ DMO DPMനെയൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹയർ അതോറിറ്റിക്ക് ഒരു ലെറ്റർ കൊടുത്തതിൽ ഒരു ഒപ്പീനിയൻ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ താങ്ക് യു സർ. नंबर 4 से एक एक्सीडेंट में मारा गया। बॉब लॉफ तो मरे हुए करीब 1 साल हो चुके थे और ये नजारा देखने के बाद वाइस प्रेसिडेंट डर गए और उठकर अपने केबिन की तरफ भागे। സാറേ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സാറേ നോക്കാവോ? കണ്ടില്ല. ചോദിക്കാവോ സാറേ? എന്താ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാല്? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് സാർ പറഞ്ഞില്ലായിരുന്നോ? അതെന്താണെന്നാണ് ചോദിച്ചത്? എന്താ വേണം?
സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത്? യൂട്ടിലൈസേഷൻ അതാണ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോ ഒരു ഫണ്ട് ഉദ്ദേശിക്കുന്നത്. തരുമ്പോൾ അതിന് ഇപ്പൊ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു വാർഡ്, അല്ല സോറി അത് വേണ്ട, ഒരു കട്ടിലിന് ഒരു ഡെങ്കി ഔട്ട് ബ്രേക്കിൽ 5 കട്ടിലിന് വേണ്ടി നമുക്ക് ഒരു മസ്കിറ്റോ നെറ്റ് ഇടാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. HMC ഫണ്ടിൽ നിന്ന് എടുക്കാൻ പോകുന്നു. കേൾക്കാവോ? കേൾക്കാം സാർ. അപ്പം ഈ 5 മസ്കിറ്റോ നെറ്റ് നമ്മള് സ്റ്റോർ പർച്ചേസ് റൂൾ അനുസരിച്ച് വാങ്ങുകയും അത് അവിടെ ഉപയോഗിക്കുകയും ചെയ്തിട്ട് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചാൽ ഇങ്ങനെ എഴുതണം. അതായത് ഇത് ഡെങ്കി ഔട്ട് ബ്രേക്ക് സമയത്ത് ഇൻപേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടി ഇത്ര 5 കൊതുക് വല വാങ്ങുകയും അത് ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും രോഗികൾക്ക് മസ്കിറ്റോ ബൈറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രീതിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു എന്ന് എഴുതി വെച്ചാൽ അത് യൂസ് ചെയ്യണം. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് പർപ്പസിന് ഉപയോഗിച്ചു എന്നുള്ളത് റെക്കോർഡിക്കലി ലേബൽ ചെയ്യുന്നതാണ് യൂസിങ്. ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എഴുതി വെക്കുന്നത് അല്ലേ? ഓക്കെ, മനസ്സിലായി സാർ. ഞാൻ വർക്ക് ചെയ്യുന്ന PHCയില് ഒരു ഫാർമസിസ്റ്റേ ഉള്ളൂ. അപ്പോ ഇന്റർവ്യൂ നടത്തിയിട്ട് ഈ ഫാർമസിസ്റ്റ് ലീവ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ഒരു ഫാർമസിസ്റ്റിന് വേറെ ആളെ വെക്കാൻ പറ്റുമോ? SOS ആയിട്ട്. SOS അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് അങ്ങനെയാണെങ്കിൽ തന്നെയും അല്ല, അതിന് ഒരു വകുപ്പുണ്ട്. അതായത് അതും HMCയിൽ തീരുമാനിച്ചെടുക്കണം. പക്ഷെ SOS വരുമ്പോ എങ്ങനെ സാലറി ദിവസവേതനമായിട്ട് കൊടുക്കാം അല്ലേ? ദിവസവേതനമായിട്ട് എടുക്കുക. HMC തീരുമാനം എടുത്തു, ഇന്റർവ്യൂ എടുത്ത് ലിസ്റ്റ് ആക്കി അതിൽ നിന്ന് അത് അങ്ങനെ കൊടുക്കുന്നതില് ആ ഇന്റർവ്യൂ എങ്ങനെയാണ് ആളിനെ എടുത്തത്? ഇത് ഇന്റർവ്യൂ നടത്തിയാണ് എടുത്തത് അതോ? ഇന്റർവ്യൂ എടുത്തു. ലിസ്റ്റിൽ 4 പേരുണ്ട്. 4 പേര് എടുത്തിട്ട് ആദ്യത്തെ ഒരാള് ആദ്യം വിളിക്കും. 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ 2ാമത്തെ ആള് വിളിക്കും. അങ്ങനെ പോവാ. അത് അല്ല, ചെയ്യാൻ പറ്റും കേട്ടോ, ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ വേറൊരു ഡൗട്ട്. നിങ്ങൾ നേരത്തെ കറണ്ട് അക്കൗണ്ട് പറഞ്ഞല്ലോ. അപ്പൊ കറണ്ട് അക്കൗണ്ടില് പൈസ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ FD ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? എക്സസ് മണി ഉണ്ടെങ്കിൽ അല്ലേ? എമൗണ്ട് കൂടുതലുണ്ട്. അപ്പൊ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ അതിൽ 1 ലക്ഷം രൂപ FD ആയിട്ട് വെച്ചാൽ അതിലൊരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അത് ഗവൺമെന്റ് നഷ്ടാവൂല്ലോ നമ്മൾ ഇത് FD വെച്ചില്ലെങ്കിൽ? അതങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഞാൻ അടുത്ത സെല്ലിലോട്ട് അടുത്ത ഇതിൽ പറഞ്ഞു തരും. ഓക്കെ സാർ, താങ്ക് യു. സാറ് ചാറ്റ് ബോക്സിൽ 1-2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഈ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യണത് DMOന്റെ പേരിലാണെന്ന് ഞാൻ നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ DHSന് പറ്റില്ല. അതുകൊണ്ട് DMO ചെയ്യണമെന്ന് പറഞ്ഞ് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. DHSന്റെ പേരിലേ വാങ്ങാൻ കഴിയുള്ളൂ. അല്ല, അതിപ്പോ DMOന്റെ പേരിലാക്കി DHS പുതിയ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ അടുത്ത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം PGക്ക് പോയാൽ LW ആണെങ്കിലും സർവീസ് ബെനിഫിറ്റ് കിട്ടുമോ? ആ പീരീഡ് ഹയർ ഗ്രേഡ് ആയിട്ട് പരിഗണിക്കുമോ? 500 meters, turn left out to Airport Post Road. അല്ല, ഞാൻ HMCയുടെ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളത് എനിക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ് എനിക്ക് പറയാൻ കഴിയില്ല. ഈ പറയാൻ പറ്റാത്ത അല്ല, ഇതിലിപ്പോ ഈ ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റാത്തുണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് റെഫർ ചെയ്തിട്ട് അറിയിക്കാം. സാർ, ഒരു സംശയം ചോദിക്കാവോ? ഹലോ, പറഞ്ഞോളൂ സാർ. ഞാൻ ഡോക്ടർ കാവേരി എടവ FHC എന്നാണ്. ഹലോ സാർ, കേൾക്കാവോ? അതെ സാർ, ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് ഉണ്ട്. അതായത് MB ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഒരു ആംബുലൻസ് ഉണ്ട് അവിടെ. അപ്പൊ അതിന്റെ പഴയ രേഖകളൊക്കെ പരിശോധിച്ചപ്പോ അത് യൂസർ ഏജൻസി പഞ്ചായത്ത് കസ്റ്റോഡിയൻ മെഡിക്കൽ ഓഫീസർ DMOയുടെ പേരിലാണ് വണ്ടി, ആംബുലൻസ്. ഹലോ, അപ്പോ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത്, ഞാൻ ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങുന്ന സമയത്ത് ഈ വണ്ടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങുന്നത് ജനുവരി 23-നാണ് ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങുന്നത്. പക്ഷെ ജനുവരി 9-ന് ശേഷം ആ വണ്ടി ഓടിയിട്ടില്ല. അപ്പൊ അതിന് കാരണം അന്വേഷിച്ചപ്പോ
പമ്പില് ബില്ല് അടച്ചിട്ടില്ല. 3 മാസത്തോളം പെൻഡിങ് ആയിട്ട് പെട്രോൾ പമ്പിൽ ബില്ല് അടച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പം പഴയ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ വണ്ടി 2018 ആ പഞ്ചായത്തിന് കിട്ടി. അപ്പൊ അവര് ആ ഒരു പിന്നെ എന്തോ ഒരു അതിന്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസും അതിന്റെ കംപ്ലീറ്റ് ഡ്രൈവറെ ശമ്പളവും എല്ലാം പിന്നെ കൊടുത്തുകൊള്ളാം എന്ന് ഇവര് പിന്നെ DMOക്ക് കത്ത് നൽകുന്ന സമയത്താണ് അങ്ങനെ 9 പഞ്ചായത്തിനാണ് അങ്ങനെ വണ്ടി DMOന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ 2 വർഷത്തോളം ഈ വണ്ടി അങ്ങനെ ഇങ്ങനെ ശമ്പളമൊന്നും കൊടുക്കാതെ വണ്ടി ഓടാതിട്ടിരിക്കും. പിന്നെ കോവിഡ് പ്രോജക്റ്റ് വന്നപ്പോൾ കോവിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വണ്ടി ഓടുകയും ഒരു ഡ്രൈവറെയൊക്കെ നിയമിച്ച് ഓടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നിരുന്ന മെഡിക്കൽ ഓഫീസർ കംപ്ലീറ്റ് ഡ്രൈവറെ ശമ്പളവും ഇതിന്റെ മെയിൻ്റനൻസും ഇതിന്റെ പെട്രോളും എല്ലാം HMC നിന്നാണ് ചെലവാക്കിയിട്ടുള്ളത്. ഏകദേശം പഴയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയോളം HMCന്ന് ചെലവാക്കിയിട്ടുണ്ട്. ചെലവുകളെല്ലാം കമ്മിറ്റിയിൽ അംഗീകരിച്ചിട്ടുണ്ടല്ലേ? കമ്മിറ്റി ചെലവാക്കിയിട്ടുണ്ട്, കമ്മിറ്റിയിൽ അംഗീകരിച്ചതാണ്. പക്ഷെ അതൊന്നും തന്നെ റീകൂപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പലതവണ മുൻ മെഡിക്കൽ ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നേ വരെ റീകൂപ്പ് ചെയ്തിട്ടില്ല. ഏത് ഫണ്ടിൽ നിന്ന് റീകൂപ്പ് ചെയ്യാനായിട്ട്? അതായത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് റീകൂപ്പ് ചെയ്ത് HMCയിലോട്ട് തരണമെന്ന് പറഞ്ഞ് പഴയ മെഡിക്കൽ ഓഫീസർ അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാല് കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് ഈ വണ്ടി ഓടി കിട്ടുന്നതിൽ നിന്ന് എപ്പോഴും ചിലതിനേക്കാളും വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഒരു മാസം ഓടി കിട്ടുന്ന വരുമാനം 5000 ആണെങ്കിൽ പെട്രോൾ ഒരു 10000 രൂപയാവും. അയാളുടെ ശമ്പളം 19,000 സംതിങ് ആണ്. അപ്പൊ എല്ലാം കൂടെ നമ്മുടെ പിന്നെ അത് എക്സസ് വരുന്ന തുക അവര് റീകൂപ്പ് ചെയ്ത് തരുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ വരെയുള്ള തന്നിട്ടുണ്ട്. ഡിസംബറിന് ശേഷം തരാത്തതുകൊണ്ടാണ് വണ്ടി ഓടാത്തത്. അപ്പൊ ഞാൻ ചെന്ന് ചാർജ് എടുത്ത സമയത്ത് പിന്നെ വണ്ടി റീടെസ്റ്റിന്റെ സമയം ആയതുകൊണ്ട് വണ്ടി റീടെസ്റ്റിന് വിട്ടു. റീടെസ്റ്റ് ചെയ്യാതെ വണ്ടി റീടെസ്റ്റിന്റെ സമയം ആയിപ്പോയി. അപ്പൊ റീടെസ്റ്റിന് വിട്ടു. ഇപ്പൊ വണ്ടി റീടെസ്റ്റ് കഴിഞ്ഞ് അതിന്റെ ബില്ല് തന്നിട്ട് പഞ്ചായത്ത് തരുന്നേ ഇല്ല പൈസ. അപ്പൊ ഞാൻ HMC ഫണ്ടിൽ നിന്ന് എടുത്ത് റീടെസ്റ്റ് ചെയ്ത വണ്ടി പുറത്തിറക്കണോ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, ഇത് കാവേരി പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് വരുന്ന ഒരു കാര്യമാണ്. കാവേരി ചെയ്യേണ്ടത് ഈ അനോമലീസ് എല്ലാം ഇത് എങ്ങനെ ചെയ്യും? കാവേരിയുടെ മാത്രം റിസ്ക് ആയിട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ അനോമലീസ് എല്ലാം കാണിച്ച് DMOക്ക് എഴുതുക, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഒരു മറുപടി ഇല്ല സാറേ. എഴുതി റിമൈൻഡർ. അതല്ല കാര്യം, ജാനുവരി മുതൽ വണ്ടി ഓടാതിരിക്കണം. വണ്ടി അവിടെ നശിച്ചു പോകില്ലേ? അതാണ് വണ്ടി റീടെസ്റ്റ് കൊടുത്ത് വണ്ടി റീടെസ്റ്റ് ചെയ്തതിന്റെ ബില്ല് തന്നു. ആ ബില്ല് പഞ്ചായത്തിനോട് പലതവണ ആവശ്യപ്പെട്ടു, കത്ത് മുഖേന തന്നെ ആവശ്യപ്പെട്ടു, അവർ തരുന്നില്ല. DMOക്ക് ഇത് കാണിച്ച് കത്ത് എഴുതി തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഇനി വഴിയുണ്ട്. DMOക്ക് ഒരു റിമൈൻഡറും കൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫീസറിന് ഇത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനം എടുത്ത് ഈ വാഹനം ഐഡലിംഗ് ആയിട്ട് കിടക്കാൻ പാടില്ല, എന്ത് വേണമെന്നുള്ള അവർ കമ്മിറ്റിയിൽ തീരുമാനം എടുക്കാൻ പറ്റും. സെക്രട്ടറിക്ക് റോളുണ്ട്. എല്ലാം കൂടി അങ്ങനെ ഒരാൾ പിന്നെ അല്ല, നമുക്കത് എഴുതിയാൽ മതി. വെച്ചാല് ഇവര് അതായത് മുമ്പ് ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ഇപ്പൊ മെയ് 31 റിട്ടയർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഇതിന്റെ അതായത് ഈ രേഖകളൊന്നും തന്നെ, അതായത് ഇവര് കംപ്ലീറ്റ് ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന രേഖകളൊന്നും തന്നെ അവരുടെ കയ്യിൽ ഇല്ല. അത് ഞാൻ തെളിയിക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച DMO പോയപ്പോൾ അവിടെ ഇരുന്ന സെക്ഷനിലൊന്നും ഈ ലെറ്റർ കിട്ടത്തില്ല. അവർ എന്റെ അടുത്ത് പറയുന്നു വിവരാവകാശ എഴുതി ചോദിക്കാൻ പറയുന്നു. ഇനി 1 മാസം താമസിക്കത്തില്ലേ വിവരാവകാശ എഴുതി ചോദിക്കുമ്പോ? അല്ല, ഇതെന്താ പറയാ, ഏജ് വരുമ്പോ ഇതൊന്നും ഏജ് ശ്രദ്ധയപ്പെടില്ല. നമ്മൾ പറഞ്ഞ ഏജിൽ ആരും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അവരങ്ങ് അത് ഒബ്ജക്ഷനായിട്ട് എഴുതിയിടും, ചിലപ്പോൾ ലയബിലിറ്റി എഴുതിയിടും. അതുകൊണ്ട് ഇത് DMOനെ ഡയറക്റ്റ് കണ്ടെങ്കിൽ ഇത് ഡീൽ ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഇന്നതാണ് ചെയ്യാമെന്നുള്ള ഒരു റെമഡി ഇതിൻ്റെ അകത്തില്ല. പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പഞ്ചായത്ത് സമിതി കൂടിയിട്ട് പിന്നെ HMC ഫണ്ട് എടുത്ത് ഇത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കട്ടോ? തീരുമാനം എടുക്കണ്ടേ? HMCയിൽ തീരുമാനമായിട്ട് വരുന്നില്ല. ഇവരിങ്ങനെ അല്ലാതെ പറയുന്നത്. ഒരിക്കലും HMCയിലെ തീരുമാനം എടുത്ത് ആ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചിട്ട് വേണ്ടി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ മാത്രം ബാധ്യതയായിട്ട് വരും. കാര്യം പാവം കാവേരി അവിടെ പോയി ജോലിക്ക് വേണ്ടി അവിടെ പോയി ജോയിൻ ചെയ്തു, വേറെ ആരോ ചെയ്ത് തെറ്റെടുത്ത് കാവേരി തലയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ HMC ഫണ്ട് ചെയ്തത് ഇങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയർ കൊടുക്കണമെങ്കിൽ HMC തീരുമാനം ഇല്ലാതെ കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ലോക്കൽ ഫണ്ടും എഴുതിയിടും, ഏജ് എഴുതിയിടും.
സാറേ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ആൾക്കാർ ഇന്നലെ പോയതേ ഉള്ളൂ അവിടെ നിന്ന്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഈ സംശയം ചോദിച്ചു. അവരെന്റെ അടുത്ത് എല്ലായിടത്തും HMC എന്നാണ് കൊടുക്കുന്നത്, ഡോക്ടർ അങ്ങ് ധൈര്യമായിട്ട് കൊടുന്നു പറഞ്ഞു എന്റെ അടുത്ത്. ധൈര്യമായിട്ട് കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ തീരുമാനം വേണം. തീരുമാനം വേണം. ഓക്കെ ഓക്കെ ഓക്കെ. തീരുമാനം എടുത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ലെറ്റർ ആയിട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ അത് പറഞ്ഞില്ലേ, എനിക്കുള്ള ഒരു ക്ലർക്ക് പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിന് ഞാൻ ഡീൽ ചെയ്തപ്പോൾ എനിക്ക് ഒരേ ഒരു തുരുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ DMOക്ക് എഴുതിയിരുന്നു ഈ ക്ലർക്ക് ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രശ്നങ്ങളുണ്ടെന്നും അത് ഒരു ടീമിനെ വിടണമെന്നൊക്കെ ഞാൻ എഴുതിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ എനിക്ക് ഇത് ഒന്നും എഴുതാൻ കഴിയില്ലായിരിക്കും. കാരണം നമ്മൾ റെക്കോർഡിക്കലി ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്, കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ സാർ. അതുപോലെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യത്തില്ലേ സാർ, പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 15,000 കൂടുതലുള്ള സാധനത്തിന് കൊട്ടേഷൻ വാങ്ങിച്ചല്ലേ നമ്മൾ ചെയ്യേണ്ടത്? കൊട്ടേഷൻ മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ? ഇല്ല, കൊട്ടേഷൻ പ്രോപ്പറായിട്ട് വാങ്ങിക്കുക. അതിന്റെ കൊട്ടേഷൻ വന്ന ഡേറ്റ് ഇതെല്ലാം എഴുതി വെക്കുക. കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുന്നത് അവരുടെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ചെയർപേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ലോവസ്റ്റ് കൊട്ടേഷൻ റേറ്റിൽ അല്ലെങ്കിൽ പേപ്പർ ആക്കണേ, ലോവസ്റ്റ് എടുത്തിരിക്കുന്നു. പല ക്ലർക്കുമാരെ ചെയ്തു തരത്തില്ല. ലോവസ്റ്റ് കൊട്ടേഷൻ എന്ന് എഴുതും. ലോവസ്റ്റ് കൊട്ടേഷന്റെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ലോവസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി അവർക്ക് ഓർഡർ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിക്വസ്റ്റ് ഇതെല്ലാം ഉണ്ടാവണം. റിക്വസ്റ്റ്, കൊട്ടേഷൻ, പെർഫോമ ഇൻവോയ്സ്, NLC എല്ലാം വാങ്ങിയിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പലതും ഓഡിറ്റിൽ എഴുതിയിടുമ്പോൾ നമ്മൾ അപ്പോഴാണ് ബുദ്ധിമുട്ടുന്നത്. ഹലോ, നമ്മുടെ സമയം 9 മണി കഴിഞ്ഞു. സംശയങ്ങൾ? അല്ല, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. അതായത് HMC സ്റ്റാഫിന് എത്ര ലീവ് കൊടുക്കാമെന്ന്. അത് 1.5 കാഷ്വൽ ലീവ് മാത്രമേ അവർക്കുള്ളൂ. മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവ് കൊടുത്ത സ്പെഷ്യൽ മെഡിക്കൽ ലീവ് ഒന്നുമില്ല. അവർ അത് എത്ര ദിവസം ജോലി ചെയ്തോ അത്ര ദിവസത്തെ ശമ്പളമായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ബാക്കി ആബ്സെന്റ് ആയിട്ട് കണക്കാക്കാം. ഹലോ, അപ്പോൾ വേറെ സംശയങ്ങളൊന്നും തൽക്കാലം ഇല്ലെങ്കിൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ സർവീസ് സെല്ലിൽ എഴുതി അയച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സാറ്റർഡേ ആണ് അടുത്ത ഇത് വരുന്നത്. ആ മീറ്റിങ്ങിലെ സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ ഫ്രം എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വെറും ഒരു സർവീസ് എക്സ്പെർട്ട് മാത്രമല്ല, ഫ്രം എക്സ്പീരിയൻസ്. അബദ്ധങ്ങൾ പറ്റിയും അത് ക്ലിയർ ചെയ്ത് എങ്ങനെ ക്ലിയർ ചെയ്യണം, അങ്ങനെയുണ്ട് ഇനി എങ്ങനെ പറ്റാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസന്റേഷനായിരുന്നു സാറിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്. എന്തായാലും സാറിൻ്റെ പ്രസന്റിന് വളരെയധികം നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ വൈകിയ വേളയിൽ എല്ലാവർക്കും ഒറ്റ വാക്കിലൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള സംശയങ്ങൾ സർവീസ് സെല്ലിനെ എഴുതുക. ത്രൂ ദയർ ഡിസ്ട്രിക്ട് ലീഡേഴ്സ് നമ്മളത് അടുത്ത മീറ്റിങ്ങിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KGM.